അല്ല സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഈ അല്ല രീതിയിൽ എനിക്ക് മനസ്സിലായി. സംസാരിക്കേണ്ട അല്ലല്ല ഞാൻ ആവശ്യമില്ല. അങ്ങനെ ഞാൻ അല്ലല്ല പറഞ്ഞല്ലോ നമ്മുടെ ഡിസ്കഷൻ പ്രവാചകന്മാര് അല്ല, പാപികളാവൂല. നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ മെഹബൂബായി. അത് നസ്രീം ബ്രോ ചോദിച്ചതിനോട്ട് പോകണ്ട. ഞാനൊരു 2 മിനിറ്റ് ആരെങ്കിലും സംസാരിച്ചോളം പറഞ്ഞിട്ടാണല്ലോ പോയത്. സാരമില്ല, അതല്ല നമ്മുടെ വിഷയം, അതല്ല. സോ അതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല. സോ നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. മെഹബൂബായും ഞാനുമാണ് സംസാരിക്കുന്നത്. എൻ്റെ വിശ്വാസം മെഹബൂബായി കാരണം ഇടയ്ക്ക് നിസ്കരിക്കാൻ ടൈമായി എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആളാണ്. സോ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ഒളിച്ചോടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. 5 നേരം നിസ്കരിക്കുന്ന യുസല്ലി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ കാര്യങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുക, നിസൂനെയൊക്കെ പോലെ വന്ന് തെറി പറയുക അല്ലാതെ കുറേ കാര്യങ്ങൾ പറയാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. സോ അത് തെറ്റിക്കില്ല എന്നുള്ള ഉറപ്പോടെ ഞാൻ വീണ്ടും നമ്മുടെ ദ ടൈറ്റിൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് മുന്നോട്ട് വെക്കുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്: മുഹമ്മദ് ചെയ്യാത്തതായ ഏതെങ്കിലും ഒരു പാപമുണ്ടോ? ഉണ്ടെങ്കിൽ അതേതാണ്? ആ പാപം മുഹമ്മദ് ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചാൽ വാര്യർ ഈ വിഷയം ക്ലബ് ഹൗസിൽ ഉന്നയിച്ചതുകൊണ്ട് പരസ്യമായി ഇസ്ലാം ലോകത്തോട് മാപ്പ് ചോദിക്കുകയും ക്ഷമ ചോദിക്കുകയും ആ വിഷയം മേലാൽ മൗനം പാലിക്കുകയും ചെയ്യുന്നതായിരിക്കും. പിന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പിന്നെ ഞാൻ നോക്കിയാൽ പോലും ഞാൻ ആ വിഷയം ഉണ്ടില്ല. ഓക്കെ, അതാണ്. അപ്പോൾ ആ ടൈറ്റിൽ ചോദ്യത്തിലേക്ക് തന്നെ വരുന്നു: മുഹമ്മദ് ചെയ്യാത്തതായ ഏതെങ്കിലും ഒരു പാപമുണ്ടോ? മെഹബൂബായിക്ക് സംസാരിക്കാനുള്ള സമയമാണ്. സംസാരിക്കുക. ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ. പ്രവാചകന്മാരാരും അവരാരും പാപികളല്ല. അവര് ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അതാത് സമൂഹങ്ങളിലേക്ക്, ദൈവിക മാർഗദർശനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. യേശു ആയാലും മോശ ആയാലും എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ അതാത് കാലഘട്ടങ്ങളിൽ ആ മനുഷ്യ സമൂഹത്തെ ദൈവിക മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ അവതാരങ്ങൾ. മെഹബൂബിനെ പിന്നെയും തടസ്സപ്പെടേണ്ട ആവശ്യം വരുന്നു. മെഹബൂബായി ഇപ്പോഴും ആരും പാപി ചോദ്യത്തിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞു. മെഹബൂബായി ചോദ്യത്തിലേക്ക് വന്നിട്ടില്ല മുഹമ്മദ് ഇതുവരെ. മുതുപാപിയാണെന്ന് ഖുറാൻ പറയുമ്പോ പിന്നെ ഇയാൾ അല്ലെന്ന് എങ്ങനെ പറയുന്നത്? മെഹബൂബെ ഖുറാന് പ്രവാചകന്മാരാരും വിപരീതമായിട്ടാണ് പാപികളല്ലെന്ന് ഏത് താങ്കൾ കിതാബിനകത്ത് എഴുതി വെച്ചേക്കുന്നത്? സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ കിതാബിനകത്ത് മെഹബൂബെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് പാപിയാണെന്ന്. പിന്നെ ഇയാളെങ്ങനെ തെളിയിക്കുന്ന മുഹമ്മദ് പാപിയല്ലെന്ന്? മാത്രമല്ല വിവരക്കേട് പറയാതെ വർഗീസച്ച ഒന്നീ മുസ്ലിം രാജിവെച്ചു പോകും. എല്ലാ മണ്ടിയിലും ഉണ്ടല്ലോ. അങ്ങനെ മണ്ടി പോകുന്നവർ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. മെഹബൂബിനെ പോലുള്ളവർ ചോദ്യത്തിൽ നിന്ന് മണ്ടി പോകുമ്പോഴാണ് വിഷയം വരുന്നത്. മെഹബൂബ് ആദ്യം തന്നെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചപ്പോൾ മെഹബൂബ് പറഞ്ഞു പ്രവാചകന്മാരെല്ലാവരും യേശുവും പിന്നെ അതുപോലെ തന്നെ മോശയും എന്നൊക്കെ പറഞ്ഞു. യേശു പ്രവാചകനല്ല, അവൻ സാക്ഷാൽ ദൈവമാണ്. പിന്നെ മോശ പ്രവാചകനാണ്, പക്ഷെ അത് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ. യേശു ക്രിസ്തുവിനും അതുപോലെ തന്നെ മോശ പ്രവാചകനും ഒന്നും ഇസ്ലാമായിട്ട് ബന്ധമില്ല. നിങ്ങളുടെ ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞാൽ മതി, ഈസയുടെ മൂസയുടെ ഒക്കെ കാര്യം പറഞ്ഞാൽ മതി. എന്തായാലും കാട്ടുകള്ളനായ യേശു ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് മെഹബൂബ് പറയുന്നതെങ്കിൽ വി ആർ റിയലി സോറി. ഈസയും യേശു ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ നിങ്ങളുടെ ഈസയുടെ കാര്യങ്ങളും നിങ്ങളുടെ കിതാബിലുള്ള ആളുകളുടെ കാര്യം പറഞ്ഞാൽ മതി. അതിന് പുറത്തുള്ള ഒരു കാര്യത്തിലേക്കും പോകാൻ മെഹബൂബെ സമ്മതിക്കില്ല. അന്നേരം ഞങ്ങളിൽ പലർക്കും ഇടയ്ക്ക് കയറേണ്ടി വരും. സോ വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുകയാണ്. പൊതുവേ ഉള്ള പ്രവാചകന്മാരുടെ മറ്റുള്ളവരുടെ കാര്യമല്ല ചോദിക്കുന്നത്. മുഹമ്മദ് ചെയ്യാത്തതായ ഏതെങ്കിലും ഒരു പാപമുണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഹബൂബിന് അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമാണ്. ഇന്ന പാപം എൻ്റെ പ്രവാചകനായ മുഹമ്മദ് ചെയ്തിട്ടില്ല. യെസ്, യുവർ ടൈം അഗെയിൻ. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ യേശു ദൈവമാണ് എന്ന് പറയുമ്പോൾ വിഷയമതല്ല മെഹബൂബെ, വിഷയമതല്ല പറയുമ്പോ അത് കോൺട്രാക്ഷൻ അല്ല. മെഹബൂബെ, ഇത് വിഷയമതല്ല. പൊട്ടനാണല്ലോ പൊട്ടൻ. മെഹബൂബിനെ നിൽക്കുന്ന വിഷയം, മെഹബൂബിൻ്റെ ചോദ്യം എന്ന് ആ പറയുന്നത്, ചോദ്യത്തിന് മെഹബൂബ് മറുപടി ഇങ്ങനെ ഞാൻ പറഞ്ഞു ഓരോന്ന് കഴിഞ്ഞു. പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. മെഹബൂബ് ഇങ്ങനെ വിഷയത്തിൽ ചാടി പോയി കഴിഞ്ഞാൽ മറുപടി ഞാൻ പറഞ്ഞത് അതിൻ്റെ പിന്നാലെ ഞാൻ പോവില്ല. മെഹബൂബെ, ചോദ്യം നിൽക്കുന്നത് യേശു മുഹമ്മദ് ചെയ്യാത്തതായ ഏത് പാപമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, ഇന്ന പാപം മുഹമ്മദ് ചെയ്തിട്ടില്ല. കൊല ചെയ്യുന്നത് പാപമാണ്. അപ്പം എനിക്ക് തോന്നുന്നു വർഗീസച്ച, ഈ വർഗീസച്ചാനൊക്കെ ഇടപെടുന്നത്, നസ്രീം ബ്രദറൊക്കെ ഇടപെടുന്നത് ഈ പൊട്ടത്തരം കേട്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മെഹബൂബിന് ഈ പാപം എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഉരുളൽ നടത്തുന്നത്. അങ്ങനെ മെഹബൂബ് ഒന്ന് പറഞ്ഞു തരൂ, ഈ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ, ഇസ്ലാമിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം മെഹബൂബ് ഞാനിപ്പോൾ പറഞ്ഞു പ്രവാചകന്മാരാരും പാപം ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ മെഹബൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പാപം എന്ന് പറയുന്നത്?
അതായത് പിതാവ് നിഷിദ്ധമാക്കിയതെല്ലാം പാവങ്ങളാണ്, പിതാവ് ചെയ്യാൻ പറഞ്ഞതെല്ലാം പിതാവ് സൽക്കർമ്മങ്ങളാണ്. അതായത് ഏകസത്യ ദൈവമായ ആരുടെ പിതാവ്? പിതാവ് ഈ പുള്ളിയുടെ ആരുടെ അമ്മായിയപ്പൻ കഴിഞ്ഞ പിതാവ്? ദിവസം ദൈവമായിരുന്നു, അതായി പിതാവ്. മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിയാണോ? അള്ളാഹുവിനെ മെഹബൂബ് ഖാദിയാനിയാണോ? പിതാവെന്ന് വിളിക്കാമോ പിതാവ് മെഹബൂബെ? അള്ളാഹുവിനെ പിതാവെന്ന് വിളിക്കാവുന്ന ഏഹ് ഖുറാന്റെ ആയത്ത് തരൂ പ്ലീസ്. അതിലേക്ക് അത് തന്നെയായിരുന്നു ഫോക്കസ്. അതാണ് ദാറ്റ് യേശു വാസ് മൈ പറഞ്ഞത്, ക്വസ്റ്റ്യൻ. സത്യദൈവമായ യേശു ഇവൻ പറഞ്ഞത് എപ്പോ കയറി ഇസ്ലാമികിന്റെ വന്നാലും വാദി. ഇങ്ങനെ മാറും. ഇവൻ ജീവൻ. എപ്പോ കയറി വന്നാലും ഇങ്ങനെ മാറും. ഇവനറിയാം അവിടെ തൊട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ചോദ്യം ചോദിക്കുമെന്ന്. പിന്നെ അല്ല, ഇവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നു, ഇങ്ങനെ പിന്നെ മറ്റവൻ ഞാൻ വിളിക്കും. അല്ല, ബൈബിളിലാ ഇറങ്ങിപ്പോടാ വന്നത്. നമ്മളതിലേക്ക് അതായത് പോവില്ലല്ലോ വർഗീസ് അച്ചായ. ഈ പുള്ളി കാര്യത്തിൽ ഓടുന്ന വഴി യേശു നമ്മൾ പോവില്ലല്ലോ. അറിയാനാണ് മെഹബൂബ് ഇപ്പോൾ പറഞ്ഞു പിതാവ് കൽപ്പിച്ചു കൊടുത്തത്. ഈ പിതാവ് എന്ന് പറയുന്നത് ആരാണ് മെഹബൂബ്? ക്രിയേറ്റർ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതും ക്രിയേറ്റർ. ഓക്കെ, ഇസ്ലാമിൻ്റെ പ്രമാണപ്രകാരം ക്രിയേറ്റർ എന്ന് പറയുന്നത് അള്ളാഹു ആണ്. അള്ളാഹു ഇറക്കി കൊടുത്ത കിതാബിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിന് അള്ളാഹുവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെ പിതാവെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, ഒരായത്തെങ്കിലും കാണിച്ചു തരണം. രണ്ട്, മുഹമ്മദ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്കത് ചെയ്യാൻ സുന്നത്തുള്ളൂ. മുഹമ്മദ് അള്ളാഹുവിനെ പിതാവെ എന്ന് വിളിക്കുന്ന ഒരു ഭാഗവും കാണിച്ചു തരണം. ഞാനിപ്പോ യേശു പഠിപ്പിച്ചില്ലേ, ഏകസത്യ ദൈവമായ പിതാവ്, യേശുക്രിസ്തു പഠിപ്പിച്ചത് ഞങ്ങളെയല്ലേ? യേശുക്രിസ്തു എങ്ങനെയാണ് മുസ്ലിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്? മനുഷ്യ അപ്പോൾ സമൂഹത്തിന്റെ അത് ഈ ഈ വേണ്ട വേണ്ട, യേശുക്രിസ്തു പഠിപ്പിച്ചതല്ല. ഇസ്ലാമിൻ്റെ പ്രാമാണിക ഗ്രന്ഥം വെച്ച് പറഞ്ഞു തരാനാണ് മെഹബൂബിനോട് പറഞ്ഞത്. ഉരുണ്ട് മറിഞ്ഞ ആവശ്യമില്ലാത്ത ബൈബിളിലേക്ക് യേശുവിലേക്കും പോയാൽ മുഹമ്മദിനെ ഞാനെടുത്ത് ഇവിടെ വലിച്ചു കയറ്റിയൊക്കെ എൻ്റെ സ്വഭാവം അറിയാലോ. വെറുതെ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് മെഹബൂബെ. അപ്പോൾ അതുകൊണ്ട് മെഹബൂബ് ചോദ്യത്തിൽ നിന്ന് മറുപടി പറയാം. ഇനി യേശുവിലേക്കും ബൈബിളിലേക്കും കയറി കഴിഞ്ഞാൽ വലിച്ചു കയറി ഞാനങ്ങ് തേച്ച് വെക്കും. ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെഹബൂബിന് ഏകദേശം 3 ചാനലിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ആളുകളുണ്ട്. അപ്പോൾ മെഹബൂബ് ഇസ്ലാമിൻ്റെ ഡിഫൻഡറാണ്, ഇസ്ലാമിക വീക്ഷണം സംസാരിക്കാൻ വന്നേക്കാണ്. മെഹബൂബ് പറഞ്ഞു ഇവിടെ അള്ളാഹുവിനെ പിതാവെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചോദ്യം നിൽക്കുന്നു, മുഹമ്മദ് അള്ളാഹുവിനെ പിതാവെന്ന് എവിടെയാണ് വിളിച്ചത്? എൻ്റെ ചോദ്യം വ്യക്തമായി കേൾക്കുക. യേശു വിളിച്ചോ എന്നല്ല ചോദ്യം. മുഹമ്മദ് അള്ളാഹുവിനെ പിതാവെന്ന് വിളിച്ച ഒരു ഭാഗം കാണിച്ചു തരണം. കാര്യം അതാണ് നിങ്ങളുടെ സുന്നത്ത്, നമ്പർ 1. 2, അള്ളാഹു ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം നൽകുന്നുണ്ടോ? ഈ 2 കാര്യങ്ങൾ മെഹബൂബ് ആദ്യം മറുപടി പറഞ്ഞ ശേഷം മാത്രമേ വേറെ എന്തെങ്കിലും കാര്യം എടുക്കുള്ളൂ. ഇവിടെ നിങ്ങൾ എന്താ ചോദിച്ചത്? പാപം പറഞ്ഞാൽ എന്താന്നുള്ള നിങ്ങളെ ചോദ്യം. പിന്നെ നിങ്ങൾ തന്നെ ഈ അല്ല, നിങ്ങളെടുത്ത സാധനത്തിലാണ് ഇപ്പോൾ മറുപടി നിൽക്കുന്നത്. നിങ്ങൾ പിതാവെന്ന് പറഞ്ഞ കാര്യത്തിലാണ് ഇവിടെ വിഷയം നിൽക്കുന്നത്. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. അള്ളാഹുവിനെ പിതാവേ എന്ന് മുഹമ്മദ് വിളിച്ച സാഹചര്യം ഏത്? നമ്പർ 1. 2, ഖുറാനിലെ അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം, ഇസ്ലാമികർക്ക് പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം നൽകുന്ന ആയത്തേത്? നിങ്ങൾ തോന്നുമ്പോ ഗോൾ പോസ്റ്റ് മാറ്റല്ലേ വാര്യർ സാറേ. നിങ്ങൾ ആദ്യം ഞാൻ മാറ്റുന്നതല്ല, നിങ്ങൾ ഗോൾ പോസ്റ്റ് നിരക്കിക്കൊണ്ട് പോകുന്നതിനനുസരിച്ച് ഞാൻ ബോൾ കൊണ്ടുവരുന്നത് മാറ്റിക്കും. ആ റൂട്ടിൽ എൻ്റെ ബോൾ വന്നുകൊണ്ടിരിക്കും. അവിടെ നിൽക്ക് മെഹബൂബ്, അവിടെ നിൽക്ക്. മെഹബൂബിനോട് 2 ചോദ്യങ്ങളാണ് നിലവിലുള്ളത്. മുഹമ്മദിൻ്റെ സുന്നത്തായ നിങ്ങളുടെ ആചാരം അനുഷ്ഠാനങ്ങൾ, ഓക്കെ, ആ ഫിക്ക് നിങ്ങൾക്ക് പാലിക്കണമെന്നുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ സുന്നത്ത് വേണം. മുഹമ്മദിൻ്റെ സുന്നത്ത് വേണമെന്നുണ്ടെങ്കിൽ മുഹമ്മദ് അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ച ഭാഗം ഒന്നാമത് കാണിച്ചു തരണം. രണ്ടാമതായിട്ട് ഈ അള്ളാഹു തൻ്റെ ജനങ്ങൾ മുസ്ലിങ്ങൾ അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം കൊടുക്കുന്ന ഖുറാൻ്റെ ആയത്തും. ഈ 2 കാര്യങ്ങൾ മെഹബൂബ്. ഞങ്ങൾ ഇവിടെ ക്രിയേറ്ററെ പടച്ചോനെ എന്ന് വിളിക്കുന്നത് നോ, ദാറ്റ് ഇസ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾ പടച്ചോനെ എന്ന് വിളിക്കുന്നതല്ല എൻ്റെ ചോദ്യം. നിങ്ങൾ പിതാവേ എന്ന് വിളിച്ചതിൻ്റെ കാര്യമാണ് ചോദ്യം. പറയാനുള്ള അവസരം ഞാൻ പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോളേ. എന്നെ പറയാൻ നിങ്ങൾ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ക്രിയേറ്ററെ എന്ന് പറഞ്ഞ കാര്യമല്ല ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് പിതാവേ എന്ന് വിളിക്കാനുള്ള ആയത്ത് നമ്പർ 1. 2, അത് മുഹമ്മദ് അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചേക്കുന്ന ഭാഗം. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നത്, ഞങ്ങളുടെ പടച്ചോനെ എന്ന് പറയാൻ ഖുറാൻ പറയില്ല. ക്രിയേറ്റർ ആരാണോ ആ ക്രിയേറ്റർ എന്താ വിളിക്കുക, ഏത് ഭാഷയിലും വിളിക്കുക. എന്റെ ചോദ്യം അതല്ല. ക്രിയേറ്ററിനെ നിങ്ങൾ പിതാവേന്ന് ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് അല്ല, അത് ഖുറാനിലുണ്ട്. അള്ളാഹു ആണ് പടച്ചവൻ എന്നുള്ളത് ഖുറാനിലുണ്ട്, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് പടച്ചവനെ എന്ന് വിളിക്കാം. പക്ഷേ പിതാവേ എന്ന് വിളിച്ചേക്കുന്ന ഭാഗം എവിടെ? പിതാവേ എന്ന് വിളിച്ചേക്കുന്ന ഭാഗം എവിടെ? പിതാവേ എന്ന് വിളിച്ചേക്കുന്ന ഭാഗം എവിടെ?
നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? ഞങ്ങൾ വിളിക്കുന്ന അല്ലല്ലോ, ഇപ്പൊ മെഹബൂബ് വിളിച്ചതിലാണല്ലോ ചോദ്യം നിൽക്കുന്നത്. നിങ്ങൾ ക്രിയേറ്ററെ പിതാവെന്ന് വിളിക്കൊണ്ട ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങള് പലതും വിളിക്കും. ഞങ്ങൾ വിളിക്കുന്നതൊന്നും മെഹബൂബിനെ കയറി വിളിക്കാൻ പറ്റില്ലല്ലോ. പലതും വിളിക്കുന്നുണ്ട്. ഞങ്ങൾ അല്ല, വിളിക്കുന്നത് ഒരു മെഹബൂബിനെ സെക്കൻഡ് വിളിക്കാൻ ഭാര്യരെ പറ്റില്ല. ഭാര്യരെ ഭാര്യരെ ഒരു സെക്കൻഡ്. ഞങ്ങള് പിതാവേന്ന് വിളിക്കുന്ന ആളിനെ താങ്കൾ എന്തിനാണ് പിതാവേന്ന് കയറി വിളിക്കുന്നത്? മെഹബൂബെ, പിതാവ് തന്നെയാണ്. അല്ല, ഞാൻ ഒരാളെ പുള്ളിക്ക് പിതാവേന്ന് വിളിക്കുകയാണ്, താങ്കൾ എന്തിനാണ് അദ്ദേഹത്തെ പിതാവേന്ന് കയറി വിളിക്കുന്നത്? എല്ലാ മനുഷ്യരും സ്വന്തമായിട്ട് പിതാവില്ലാത്തോണ്ടായിരിക്കും. മെഹബൂബിന് ഉത്തരവുണ്ടോ? ഈ പ്രപഞ്ചത്തിലുള്ള ആൾ തന്നെ ഞാനും. എന്നെ സൃഷ്ടിച്ചതും അതേ പിതാവിന്റെ അല്ലേ? എന്താ സംശയം? മെഹബൂബെ, ചോദ്യം അതല്ല. മെഹബൂബിന്റെ അൽബ്രദർ ഹീസ് ഡൈവേർട്ടിങ്. ചോദ്യം എന്ന് പറയുന്നത് മെഹബൂബിൻ്റെ കിതാബിൽ നിന്ന് കാണിക്കുന്ന, മെഹബൂബ് വിശ്വസിക്കുന്ന പ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ് എനിക്ക് തെളിവ് വേണ്ടത്. അതിൻ്റെതായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകണം. മെഹബൂബ് അവിടുന്ന് ഉഴപ്പി മാറാൻ സമ്മതിക്കില്ല. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് 5 നേരം നിസ്കരിക്കുന്ന യുസല്ലിയായിട്ടുള്ള ഈമാനും ദീനുമുള്ള ഒരു മുഹമ്മദീയൻ കിടന്ന് ഉരുണ്ടുമറിഞ്ഞ് തൻ്റെ വാദം സ്ഥാപിക്കാൻ ബൈബിളിലേക്ക് കടന്നുകൂടി അവിടുത്തെ ബൈബിളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ക്രിസ്ത്യാനികൾ ദൈവത്തെ വിളിക്കുന്നത് പിതാവേന്നാണ് എന്നൊക്കെ സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കാനാണ് മെഹബൂബ് ശ്രമിക്കുന്നത്. ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥത്തിൽ ഇതുവരെ തൊട്ടിട്ടില്ല മുഹമ്മദ് അള്ളാഹുവിനെ എവിടെയെങ്കിലും പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ. നമ്പർ 1, മുഹമ്മദ് പടച്ചവനെ എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഈ മുഹമ്മദ് അതുപോലെ എവിടെയെങ്കിലും പിതാവേ എന്ന് വിളിക്കാൻ അനുവാദം നൽകുന്നുണ്ടോ? അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ ഖുർആൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ, അനുവാദം നൽകുന്നുണ്ടോ? അള്ളാഹുവിനെ പടച്ചവനെ കടവുളെ എന്ന് വിളിക്കുന്നുണ്ട്. ഇതൊക്കെ വിളിക്കുന്നത് കടവുൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ എന്നല്ല അർത്ഥം. കടവുൾ എന്ന് പറഞ്ഞാൽ പടച്ചവൻ എന്നല്ല അർത്ഥം വ്യത്യാസമുണ്ട്. അതേ ക്രിയേറ്ററെ തന്നെയാണ് വിളിക്കുന്നത്. മെഹബൂബ് അതിലോട്ടൊന്നും മെഹബൂബിനോടുള്ള ചോദ്യം എന്താ? പിതാവേ എന്ന് മുഹമ്മദ് അള്ളാഹുവിനെ വിളിച്ചിട്ടുണ്ടോ മെഹബൂബെ? പിതാവ് മലയാളല്ലേ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അബു എന്ന് വിളിച്ചിട്ടുണ്ടോ? അബു എന്ന് വിളിച്ചിട്ടുണ്ടോ? അബു അല്ല, അള്ളാഹുവിന്റെ ഇബനല്ല എന്ന് പറയും. ഞാൻ ഇബനല്ല ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ക്രിയേറ്ററെയാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അതിന് പ്രമാണങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ക്രിയേറ്റർ, എല്ലാവർക്കും ഒറ്റ മെഹബൂബെ, പൊട്ടംകളി ഒന്നും നടക്കത്തില്ല. പൊട്ടംകളിച്ച് എത്ര പൊട്ടംകളിച്ച് എവിടെ പോയാ? മെഹബൂബെ, ആള് വേറെയാണ്. ഞാൻ വിടില്ല. ഞങ്ങൾ സേവിക്കുന്ന ആളെ അല്ലല്ലോ മെഹബൂബ് സേവിക്കുന്നത്. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മെഹബൂബ് ആരാധിക്കുന്നുണ്ടോ? മെഹബൂബിനോടുള്ള ചോദ്യം ഞങ്ങൾ ആരെ ആരാധിക്കുന്നു എന്നല്ല. മെഹബൂബ് ഇപ്പോൾ പറഞ്ഞ മെഹബൂബിൻ്റെ അള്ളാഹു പിതാവാണ് എന്ന് പറഞ്ഞേക്കുമ്പോൾ മുഹമ്മദ് എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവെന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അഭിസംബോധന ചെയ്തു. ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മെഹബൂബിന്. ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്യും. അതെല്ലാം മെഹബൂബിന് ചെയ്യാൻ കഴിയുമോ? ഞങ്ങൾ മുട്ടയിലിരുന്ന ദൈവത്തെ നല്ലപോലെ ആരാധിക്കും. ഈ ആരാധന മെഹബൂബിന് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ ചെയ്യില്ല. കാര്യം നിങ്ങൾക്കറിയില്ല. അപ്പം നിങ്ങളുടെ മുഹമ്മദ് പഠിപ്പിച്ച കാര്യം നിങ്ങൾ പറ. മെഹബൂബ് കിടന്ന് പൊട്ടം കളിച്ച് കഴിഞ്ഞാൽ എൻ്റെ രീതി കംപ്ലീറ്റ്ലി മാറും. ഞാനിന്ന് വളരെ ശാന്തമായിരുന്ന് ഈ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് ഞാൻ സംസാരിക്കുന്നെങ്കിൽ അത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ചർച്ച വരട്ടെ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അനേകം മുർദതുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇസ്ലാമികർ പോലും ചോദിക്കുന്നു, പൊട്ടത്തരം പറയാതെ ഇസ്ലാം വിഷയങ്ങളിൽ നിന്ന്, പ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്ന് പറയൂ എന്നാണ് ഇവിടെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മെഹബൂബ് ദയവായി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് പറയൂ, മുഹമ്മദ് എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ? എൻ്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞത് മെഹബൂബ് ക്രിസ്ത്യാനികളിലോട്ടൊന്നും പോകണ്ട. നമ്പർ 1. 2, അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ ഖുർആൻ എവിടെയെങ്കിലും അനുവാദം നൽകുന്നുണ്ടോ? ഈ 2 കാര്യത്തിന് ആദ്യം മറുപടി പറ. പിന്നല്ല ക്രിസ്ത്യാനികൾ വിളിക്കുന്ന കാര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഉത്തരം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. യേശു പഠിപ്പിച്ചു തന്ന ഏകസത്യ ദൈവം തന്നെയാണ് പിതാവ്, അല്ലേ? ഏകസത്യ ദൈവം ഒന്നും. യേശു എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് ഇവിടെ ഞാൻ പറയാം. യേശു ക്രിസ്തു എന്താ പഠിപ്പിച്ചതെന്ന് ഞാനല്ലേ യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഞാനല്ലേ മെഹബൂബെ പറയേണ്ടത്? മെഹബൂബെ, യേശു ക്രിസ്തു പഠിപ്പിച്ചു തന്നത് ഞാനല്ലേ പറയേണ്ടത്? മെഹബൂബ് പറയേണ്ടത് മുഹമ്മദ് എന്ത് പഠിപ്പിച്ചു എന്നുള്ളതാണ്.
സഹോദരന്മാരെ, നിങ്ങളിതെല്ലാം ഒന്ന് കേട്ടെ. ഒരു ഇസ്ലാമികനായിട്ടുള്ള 5 നേരം നിസ്കരിക്കുന്നു എന്ന് പറയുന്നില്ല, പല പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുള്ള, കാബയിൽ പോയിട്ട് ആ കറുത്തകല്ലിനെ കണ്ടിട്ടുള്ള മെഹബൂബ് എന്ന് പറയുന്ന യുസല്ലി ആയിട്ടുള്ള വ്യക്തി, ഒരു മുനാഫിക്കല്ലാത്തതായ ഒരു ഈമാനും ദീനുമുള്ള വ്യക്തി പറയുകയാണ്, എനിക്ക് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയാൻ അറിയില്ല, എനിക്ക് യേശുവിൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അതെങ്ങനെ ശരിയാവുന്നേ? യേശു ക്രിസ്തുവിൻ എന്ത് പഠിപ്പിച്ചു, എന്ത് പറഞ്ഞു എന്ന് പറയാൻ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് കഴിയും. നിങ്ങൾ ഈ പകുതി പൊട്ടത്തരം അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടിട്ട് വന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ മേളിൽ ചാരല്ലേ? നിങ്ങൾ ഇസ്ലാമിൻ്റെ കാര്യം പറയൂ മെഹബൂബേ, യേശു ക്രിസ്തു എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് ഞാൻ പറയാം. മെഹബൂബ് ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞോളൂ. ഇസ്ലാം സൈഡിൽ നിന്ന് സംസാരിക്കാൻ മെഹബൂബും ക്രൈസ്തവ പക്ഷത്തു നിന്ന് സംസാരിക്കാനാണ് ഞാനും ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മെഹബൂബ് ഇസ്ലാമിക പക്ഷത്തു നിന്ന് പറഞ്ഞു തരൂ, എവിടെയാണ് ഖുറാനിൽ അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമ്പർ 1. 2, അല്ലെങ്കിൽ അനുവാദം നൽകിയിട്ടുള്ളത് 2, മുഹമ്മദ് തൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഈ 2 ചോദ്യങ്ങളാണ് നിൽക്കുന്നത്. ഇതിനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള മറുപടി ആദ്യം പറയൂ, അതിനുശേഷം ചർച്ച തുടരാം. ഇനി ഞാൻ സംസാരിച്ച് മുഴുവനാവിനെ ഒന്ന് മിണ്ടായിരിക്കാൻ പറ്റുമോ? അതോ ഇനി പിന്നെയും ഇടയിൽ കയറി സംസാരിക്കുക? യേശു ക്രിസ്തുവിലോട്ടൊക്കെ പോയാൽ ഞാൻ ഇടയിൽ കയറും, ഉറപ്പായിട്ടും ഇടയിൽ കയറും. ചർച്ചയിൽ ഫായതല്ല, വെറുതെ നമ്മളിങ്ങനെ അങ്ങോട്ട് ചർച്ചയിൽ ഫായ്ദ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ചർച്ചയിലെ ഫായ്ദയല്ല നോക്കണ്ടേ, ഇടയിൽ കയറി ചർച്ചയിൽ ഞാൻ ഉണ്ടാക്കണ്ടല്ലോ. അവര് മറ്റേ നിങ്ങൾ കാണിക്കേണ്ടതല്ലേ? ആയത്ത് നമ്പർ പറഞ്ഞിട്ടങ്ങ് പറഞ്ഞു, ആ കുഴപ്പമില്ല. ആയത്ത് നമ്പർ പറ. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് എല്ലാ യൂട്യൂബിൽ 10,000 കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവിടെ ഏകസത്യ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് യേശുവും മുഹമ്മദ് നബിയും ഏകസത്യ ദൈവത്തെ പിതാവേ, ഏകസത്യ ദൈവത്തെ പിതാവേ എന്ന് ഖുറാനിൽ എവിടെയാണ് അഭിസംബോധന ചെയ്തേക്കുന്നത്? ഞാൻ സംസാരിക്കട്ടെ വാര്യർ സാറേ. ഏകസത്യ ദൈവത്തെ എവിടെയാണ്, ഏകസത്യ ദൈവത്തെ പിതാവേ എന്ന്, ഏകസത്യ ദൈവത്തെ എവിടെയാണ് പിതാവേ എന്ന്? ഡിബേറ്റ് അല്ല, ചർച്ചയാണ് ഡിബേറ്റ്. സോറി, ഡിബേറ്റ് അല്ല, ചർച്ചയാണ്. മെഹബൂബോടുന്നു ഒരു ഈമാനും ദീനും ഉള്ളവൻ ഓടുന്നു. ഇസ്ലാമിൻ്റെ കാര്യം പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, ഇസ്ലാമിലെ കാര്യം വെച്ചിട്ട് പറയില്ല. ഇസ്ലാമിലെ പറയുന്ന പൊട്ടത്തരം തെളിയിക്കണമെങ്കിൽ ബൈബിളിനെ ചാരിയേ പറ്റുള്ളൂ. പിതാവ് അങ്ങനെ പറഞ്ഞു. ഖുറാനിൽ എവിടെയാണ് പിതാവേന്ന് വിളിക്കുന്നത്? എൻ്റെ 2 ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഏതെങ്കിലും സഹോദരന്മാർക്ക് പറയാമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാം, അല്ല താഴെയുള്ളവർക്ക് കയറി വരാം. ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കുന്നുണ്ടോ? നമ്പർ 1. 2, മുഹമ്മദ് തൻ്റെ ജീവിതകാലത്ത് എവിടെയെങ്കിലും അള്ളാഹുവിനെ നിങ്ങൾക്ക് പിതാവായിട്ട് കാണാമെന്നോ പിതാവായിട്ട് വിളിക്കാമെന്നോ കഴിയും എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ 2 ചോദ്യങ്ങളാണ് മെഹബൂബിനോട് എൻ്റെ നിലവിൽ നിൽക്കുന്നത്. എൻ്റെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. യേശു ക്രിസ്തു എന്ത് പറഞ്ഞു, യേശു ക്രിസ്തു എന്ത് പഠിപ്പിച്ചു, ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്ന് മെഹബൂബ് അല്ല പറഞ്ഞിട്ടുണ്ട്, അത് ഞാനാണ് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം എന്ത് പറയുന്നു എന്നതാണ് മെഹബൂബിനോടുള്ള എൻ്റെ ചോദ്യം. മോഡറേറ്റർ കുറച്ചും കൂടെ മോഡറേഷൻ സ്ട്രിക്റ്റ് ആക്കണം പ്ലീസ്. വരിയറെ ലത്തയുടെ ഉസയുടെയും മനാത്തയുടെയും പിതാവാണ്. മെഹബൂബ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാര്യർ ബ്രദറെ, മുഹമ്മദ് കള്ളപ്രവാചകനായിരുന്നു എന്നൊന്ന് ചോദിച്ചു. കള്ളപ്രവാചകനായിരുന്നു എന്ന് 1000 പ്രാവശ്യം അടിവരയിട്ട് തെളിയിക്കത്തക്ക നിലയിൽ നമ്മളിവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. മെഹബൂബ് ഉത്തരം പറഞ്ഞു. അല്ല, ഒരു മിനിറ്റ്, ഇത് ഓഡിയൻസ് പോളിലേക്ക് വിടുകയാണ്. മെഹബൂബ് ഇവിടെ ഉത്തരം പറഞ്ഞു എന്നാണ് പറയുന്നത്. 2 ചോദ്യമാണ് എൻ്റെ നിലവിൽ നിന്നത്. ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹു തന്നെ പിതാവേ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, ഏതായത്തിലാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ തെളിവ് മെഹബൂബ് പറഞ്ഞു എന്നാണ് പറയുന്നത്, നമ്പർ 1. 2, മുഹമ്മദ് എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ഓഡിയൻസ് പോളിലേക്ക് വിടുകയാണ്. ഇത് 2നും മെഹബൂബ് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 എന്ന് രേഖപ്പെടുത്താം, ഇല്ല എന്നുണ്ടെങ്കിൽ 2 എന്ന് രേഖപ്പെടുത്താം.
ആ ചാറ്റ് ഒന്ന് നോക്ക് എൻ്റെ മെഹബൂബേ, ആ ചാറ്റിലേക്കൊന്ന് കണ്ണോടിക്ക്. ഞാൻ നോക്കാറില്ല വാര്യർ സാറേ. അയ്യോ, ചാറ്റിലേക്ക് ഞാൻ ഇപ്പോൾ ഒന്ന് നോക്ക്, ഇപ്പോൾ ഞാൻ ഒന്ന് നോക്ക്. സ്പീക്കർ പാനലിൽ കയറിയ ആ ചാറ്റിലേക്ക് ഇപ്പോൾ ഒന്ന് നോക്കാറില്ല. നോക്ക്. ഞാൻ ഇപ്പോൾ പല ഓഡിയൻസ് പോളിൽ രീതിയിലും ഇപ്പോൾ പല ഓഡിയൻസ് തെറികൾ ഇപ്പോൾ പറയും, പലതും അല്ല, ഉണ്ടാവും. ഇവിടെ ഞങ്ങൾ അതൊക്കെ പറയാറില്ല. നമ്മൾ നോക്കണം. നിസുവൊക്കെ കള്ള ഐഡിയിൽ വന്നിട്ട് തെറി പറഞ്ഞിട്ട് പോകാറുണ്ട്, അതല്ല ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ വാര്യറെ നോക്ക്. അദ്ദേഹത്തിന് ഒരു ചാൻസും കൂടെ കൊടുക്കാം, അദ്ദേഹം ആയത്ത് വെച്ച് പറയും. പുള്ളി വീണ്ടും പറയട്ടെ. മെഹബൂബെ ഞാൻ മെഹബൂബെ കേട്ടില്ലായിരുന്നു. ആയത്ത് വെച്ചിട്ട് പറ, അള്ളാഹു എവിടാണ് പിതാവേന്ന് വിളിക്കാനുള്ള അനുമതി ഖുറാനിൽ കൊടുത്തേക്കുന്നത്? ഇടയ്ക്ക് കുറച്ച് ആയത്ത് സമയം ആയത്ത് വെച്ചിട്ട് മെഹബൂബിനെ പറയണേ. ഇടയ്ക്ക് കുറച്ച് സമയം മെഹബൂബിനെ കണ്ടില്ല. ഇനി ആ സമയത്താണ് മെഹബൂബ് പറഞ്ഞതെന്ന് അറിയില്ല, നമ്മൾ കേട്ടില്ല. അതുകൊണ്ടൊന്ന് പറയാമോ? ആയത്ത് നമ്പർ വെച്ചിട്ട് പറഞ്ഞു. അള്ളാഹു ആയത്ത് ഖുറാനിൽ നമ്പർ കടവുളെ വെച്ചിട്ട് എന്ന് പറഞ്ഞു, വിളിക്കാൻ ഞങ്ങൾക്ക് കൂടെ പറഞ്ഞില്ല. നോക്കാൻ യേശു വേണ്ടിയാ. കടവുളെ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടില്ല. യേശു എന്ന് വിളിക്കാൻ പറഞ്ഞില്ല. ഒന്നുകിൽ മുഹമ്മദ് പടച്ചോനെ എന്ന് അള്ളാഹുവിനെ വിളിക്കാനൊന്നും പറഞ്ഞില്ല. ആരംഭായി ഒന്നുകിൽ മുഹമ്മദ് വെറുതെ അള്ളാഹുവിനെ ഓരോ പിതാവ് എന്ന് വിളിക്കാൻ അനുവാദം കൊടുത്തു, മെഹബൂബ് പറയുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ മെഹബൂബ് ശരിയാണ്. അങ്ങനെ അനുവാദം കൊടുത്തു എങ്കിൽ മെഹബൂബ് പറയുന്നത് ശരിയാണ്. അതല്ല, അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് താങ്കൾ പറഞ്ഞോളൂ. മുഹമ്മദ് ഒരു കള്ളപ്രവാചകനായിരുന്നു, ഒരു വൃത്തികെട്ട പ്രവാചകനായിരുന്നു എന്ന് പറഞ്ഞോളൂ. മെഹബൂബ് പറയുന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കാം. പറഞ്ഞോളൂ, തെളിവെച്ച് പറയണം. പക്ഷെ ഞാനൊരു പറയുന്ന മുസ്ലിം കാര്യം തെളിവെച്ച് ആയതുകൊണ്ട് തന്നെ പറയും. യേശു കള്ളപ്രവാചകൻ ഞാൻ പറയില്ല. മുഹമ്മദ് നബി കള്ളപ്രവാചകൻ പറയില്ല. ഒരു മെഹബൂബെ, പ്രവാചകന്മാരും യേശുവിനെ ഒക്കെ അവിടെ കള്ളപ്രവാചകന്മാരും വെക്ക്. പറയാനുള്ള ഈസാ നബി ഞാൻ ഇസ്ലാമിന് പുറത്തു കള്ളപ്രവാചകനായിരുന്നോ? പോയില്ല. പിന്നെ ഞാൻ ഈസ എന്ത് മുസ്ലിമാ? കള്ളപ്രവാചകനായിരുന്നോ? മെഹബൂബെ ഈസ പിന്നെ എങ്ങനെ പുറത്താൻ മെഹബൂബെ കഴിഞ്ഞത് കള്ളപ്രവാചകനായിരുന്നോ? ഒന്നുകിൽ എന്നെ? നിങ്ങളെ താങ്കൾ ചോദിച്ചു ഞങ്ങൾ പറയാം. ഈസ ഒരു കള്ളപ്രവാചകനായിരുന്നു, ഞങ്ങൾ പറയാമല്ലോ. നിങ്ങളുടെ പുസ്തകം വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കും എന്താ ഈസ പറയാൻ പറ്റാത്ത കള്ളപ്രവാചകനായിരുന്നു, സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് എന്തും പറയാലോ. മുഹമ്മദ് കള്ളപ്രവാചകനായിരുന്നു. ഒരു മുസ്ലിമിന് പറയാൻ ചോദ്യത്തിന് പറ്റൂല മറുപടി ഒരിക്കലും. പറ മെഹബൂബേ. ചോദ്യത്തിന് മറുപടി പറ. ഖുറാനിൽ എവിടെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തത് തെളിവ് വെച്ച് പറയൂ. താങ്കൾക്ക് തെളിവുണ്ടെങ്കിൽ പറയൂ, വിവരക്കേട് പറയല്ലേ. അല്ലെങ്കിൽ ഇറങ്ങിപ്പോ, നാണം കെട്ട്. ഞാൻ പറഞ്ഞല്ലോ, എത്ര പ്രാവശ്യം പറഞ്ഞു. ഖുർആനില്ലേ കടവുളെ എന്ന് വിളിക്കാൻ പറഞ്ഞില്ല, പടച്ചോനെ എന്ന് വിളിക്കാൻ ശരി. പറഞ്ഞില്ല. പക്ഷെ തീർക്കും. ഞങ്ങൾ വിളിക്കുന്നുണ്ട് പടച്ചോനെ എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞോ? ആ മെഹബൂബിൻ്റെ വാദം കഴിഞ്ഞോ? പിന്നെ യേശുവിനെ അതുപോലെ തന്നെ യേശു ജീസസ് പറഞ്ഞത് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോളാം. പല യേശു പേരുകൾ പറഞ്ഞത് ഞാൻ പൗലോസ് പറഞ്ഞോളാം. വിളിക്കുന്നുണ്ട്. യേശു യേശു പറഞ്ഞത് വിളിക്കുന്നില്ല ഞാൻ എന്നല്ല, പറഞ്ഞോളാം. നമുക്ക് ബൈബിൾ ഉണ്ടായിട്ടാ എടാടോ, വിളിക്കുന്നത്. ഞാൻ പറയുമ്പോൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ സൗണ്ട് അങ്ങ് കൂടി പോവും, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഞാൻ പറയുമ്പോൾ പിന്നെ മ്യൂട്ട് ചെയ്തോളാം. ഉത്തരം കഴിഞ്ഞെങ്കിൽ അവിടെ നിർത്തുക. സംസാരിക്കാനല്ലല്ലോ യേശു അങ്ങോട്ട് ക്രിസ്തുവിൻ്റെ അവസരം ഭാഗം തരാം. ഞാൻ പറഞ്ഞോളാം. യേശു ക്രിസ്തുവിൻ്റെ ഭാഗം പറയാനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. യേശു ക്രിസ്തു എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോളാം. മെഹബൂബിനോട് യേശു ക്രിസ്തു പറയാനല്ലല്ലോ ഇത്ര നേരം കൊണ്ട് ഇവിടെ പറഞ്ഞത്. അറബിയൊക്കെ സംസാരിച്ച് അങ്ങോട്ട് നിങ്ങൾക്ക് തുടങ്ങിയപ്പോൾ മുഹമ്മദിനെ ഉള്ള ഇതിന് പറഞ്ഞിരുന്ന എനിക്കെന്താ യേശുവിനെ അല്ല, പറഞ്ഞത്? മുഹമ്മദിന്റെ കാര്യം മെഹബൂബിനോട് ചോദിച്ചിട്ട് മെഹബൂബ് പറയുന്നില്ലല്ലോ. ഞാൻ യേശുവിന്റെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞല്ലോ. എന്നാ മ്യൂട്ട് ചെയ്യും. മെഹബൂബ് പറഞ്ഞത് അവിടെ തീർന്നു. മെഹബൂബിന് ഒരു തെളിവും ഇല്ല, ഒരു കോപ്പും ഇല്ല. ഐ സോറി, മെഹബൂബിന് ഈ പറയുന്ന തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. മെഹബൂബ് വെറുതെ വന്നിട്ട് യേശു അങ്ങനെ പറഞ്ഞു. യേശു പറഞ്ഞ മെഹബൂബിനോട് ചോദിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല മെഹബൂബേ. ഓക്കെ, യേശു എന്ത് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ഇസ്ലാമിൽ ഇനി ഞാൻ തെളിവടക്കം, ഖുറാനിലെ തെളിവടക്കം ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം സഹോദരന്മാരെ. 39-ാമത്തെ സൂറ, ഓക്കെ, സൂറ 39-ൻ്റെ 10-ാമത്തെ ആയത്തിലേക്കൊന്ന് വന്നേ. സൂറ 39-ൻ്റെ 10-ാമത്തെ ആയത്ത് പറയുക, എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ അടിമകളെ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടുക. അള്ളാഹു തന്നിൽ വിശ്വസിക്കുന്നവരായ മുഅ്മിനീങ്ങളെ വിളിക്കുന്നതാണ്. അല്ലയോ എൻ്റെ അടിമകളെ, നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക. എവിടെയെങ്കിലും എൻ്റെ മക്കളെ എന്ന് വിളിച്ചിട്ടുണ്ടോ? പുത്രന്മാരെ എന്ന് വിളിച്ചിട്ടുണ്ടോ? എൻ്റെ പുത്രിമാരെ എന്ന് വിളിച്ചിട്ടുണ്ടോ? അപ്പോൾ മെഹബൂബെ, ഞങ്ങൾക്ക് ഖുറാനിൽ കാണുവാൻ കഴിയുന്നത് അള്ളാഹു മുസ്ലിങ്ങളെ വിളിക്കുന്നതാണ്. തഫ്സീറിൽ എഴുതിയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരായ മുസ്ലിമീങ്ങളെ എന്ന്. അപ്പോൾ മെഹബൂബ് പറഞ്ഞു തരൂ, ഈ സൂറയുടെ 10-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ എന്നും പറഞ്ഞുകൊണ്ട്, എൻ്റെ മേരെ പ്യാരെ ദേശവാസിയോം എന്ന് പറഞ്ഞ് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് പോലെ അള്ളാഹു തന്നിൽ വിശ്വസിക്കുന്നവരെ, തന്നിൽ വിശ്വസിക്കുന്നവരെ അഭിസംബോധന ചെയ്തു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവരായ എൻ്റെ അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, അതായത് അള്ളാഹുവിനെ ഭയപ്പെടുക. മെഹബൂബെ, ഞങ്ങൾ കാണുന്ന ആയത്ത് ഇങ്ങനെയാണ്. മറിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ മെഹബൂബ് ഒന്ന് പറഞ്ഞു തരൂ. അങ്ങനെയല്ല വാര്യർ ബ്രദറെ,
അല്ലെങ്കിൽ അങ്ങനെയല്ല സുഹൃത്തുക്കളെ. അടിമകളെ എന്നല്ല വിളിച്ചേക്കുന്നത്. ഇനിയും അവിടെ അടിമകളെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പുറത്തൊരു ഭാഗത്ത് മക്കളെ എന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്ന് മെഹബൂബ് എന്ന് പറഞ്ഞു. അല്ല, യേശുവിനെ വരെ അടിമ എന്നാണ് വിളിച്ചത് പിതാവ്. അബ്രഹാമിന്റെയും ഇസാഖിന്റെയും ചോദ്യത്തിന് മറുപടി യാക്കോബിന്റെയും അല്ല. ദൈവമാണ് നമ്മുടെ യേശുവിനെ എന്ത് വിളിച്ചു എന്ന് പിതാക്കന്മാരുടെ ഞാൻ ദൈവം. പറഞ്ഞോളാം. തന്റെ ദാസനായ യേശുവിനെ എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോളാം. തന്റെ മെഹബൂബിനെ ദാസനായ അള്ളാഹു എന്ന് എന്ത് പറഞ്ഞത് പറഞ്ഞു എന്ന് അവിടെ പറയൂ. അടിമ പറഞ്ഞത്. മെഹബൂബിനെ എന്ത് പറഞ്ഞു? മെഹബൂബിനെ എന്താണ് മെഹബൂബിന്റെ അള്ളാഹു എനിക്ക് വിളിക്കുന്നത്? ബൈബിൾ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് പറയാൻ യേശുവിനെ എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോളാന്നേ. മെഹബൂബാണ് പറഞ്ഞത്. നിങ്ങൾ പിതാവേ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തതിലാണ് ഇപ്പൊ ചോദ്യം നിൽക്കുന്നത്. ബൈബിളിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞോളാലോ. അതാണ് ഞാൻ വായിക്കുന്നത് സുഹൃത്തെ. ബൈബിളിൽ ബൈബിളിലത് ഞാൻ പറഞ്ഞു. അല്ല, മെഹബൂബ് ഖുറാനിലെ ഒന്നും പറയുന്നില്ല. ബൈബിളിൽ എനിക്ക് പറയാനുള്ള അവസരം കിട്ടുന്നില്ല. അതല്ലേ ഞാൻ ചോദിക്കുന്നത്. ആയിക്കോട്ടെ. അല്ല, അടിമ എന്ന് എവിടെ വിളിക്കുന്നേ? അടിമ ആര് പറഞ്ഞു? ദാസൻ എന്ന് പറഞ്ഞ അടിമയാണോ? പിന്നെ അബ്രഹാമിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ അത് ദാസനായ മുഹമ്മദ് എന്നാണോ? ദാസനായ മുഹമ്മദ് എന്നാണോ? അടിമയായ ദാസനായ മുഹമ്മദ് എന്നാണോ? ദാസൻ എന്ന് പറഞ്ഞത് അടിമയാണ്. എന്താ ദാസൻ എന്ന് പറഞ്ഞ മുഹമ്മദ് എന്നാണോ? അതെ, മുഹമ്മദ് അടിമന്നല്ലേ? ആണോ? ആ, അടിപൊളി. അടിമയാണ്. മുഹമ്മദ് അടിമനാണ്. എന്താ സംശയം? മുഹമ്മദ് അടിമയാണ്. അപ്പൊ മകനല്ല. അപ്പൊ മുഹമ്മദ് മകനല്ല. മുഹമ്മദ് മകനല്ല. നിക്ക് മെഹബൂബ് അവിടെ നിക്ക്. ഇനി ചാടല്ലേ, പൊട്ടിത്തെറിക്കില്ലേ? മെഹബൂബ് അവിടെ നിക്ക്. മെഹബൂബ് ഇപ്പൊ പറഞ്ഞു മുഹമ്മദ് അടിമയാണ്. അങ്ങനെയാണെങ്കിൽ മെഹബൂബ് ഇടയ്ക്ക് കേറല്ലേ മെഹബൂബേ, ഇടയ്ക്ക് കയറരുത്. മുഹമ്മദ് അടിമയാണ്. ഇനി പറയേണ്ടത് മെഹബൂബും അതുപോലെ തന്നെ മുഹമ്മദ് അല്ലാത്ത മറ്റു മുസ്ലിങ്ങളും, മുഹമ്മദ് അടിമയാണെന്ന് സമ്മതിച്ചു, മെഹബൂബും മുഹമ്മദ് അല്ലാത്ത മറ്റു മുസ്ലിങ്ങളും അടിമകളാണോ മക്കളാണോ? യേശു വരെ തന്റെ ദാസനായ യേശു എന്താണെന്നല്ലല്ലോ മെഹബൂബെ ഇവിടുത്തെ ചോദ്യം. യേശു എന്താണെന്നല്ല. അത് ഞാൻ പറഞ്ഞോളാം മെഹബൂബെ. യേശു എന്താണെന്നല്ല ഇവിടുത്തെ ചോദ്യം നിൽക്കുന്നത് മുഅ്മിനീങ്ങളായിട്ടുള്ള നിങ്ങൾ എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ അടിമകളാണോ മക്കളാണോ? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 3:13 വായിക്കൂ സുഹൃത്തേ. ഞാൻ വായിച്ചോളാലോ. ഞാൻ ബൈബിളിന്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞോളാം. യേശുവിനെ മഹത്വപ്പെടുത്തി എന്നാ പറഞ്ഞത് സുഹൃത്തേ. അത് ഞാൻ പറഞ്ഞോളാം. എടാ, നീ നിസൂന് പഠിക്കല്ലേ മെഹബൂബേ? പഠിക്കല്ലോ. അപ്പൊ മെഹബൂബ് അവ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ശബ്ദം കേട്ടും മെഹബൂബ് ഇറങ്ങി ഇവിടുന്ന് ഓടത്തേ ഉള്ളൂ. മനസ്സിലായോ? മെഹബൂബ് ഇറങ്ങി ഓടത്തേ ഉള്ളൂ. മെഹബൂബിന്റെ കിതാബിൽ നിന്ന് ഞാനാണിപ്പോ മെഹബൂബ് മാന്യമായിട്ട് ചർച്ച ചെയ്യുന്നെങ്കിൽ, ചർച്ചയ്ക്ക് മാന്യത ഉള്ളവനാണ് വന്നതെങ്കിൽ, മാന്യത ഉള്ള മതത്തിൽ നിന്ന് വന്നവനാണെങ്കിൽ, മാന്യത ഉള്ളവന്റെ അനുയായിയാണെങ്കിൽ നിന്റെ കിതാബിൽ നിന്നാണ് നീ സംസാരിക്കേണ്ടത്. മെഹബൂബിനോടുള്ള ചോദ്യത്തിൽ മെഹബൂബിന്റെ കിതാബിൽ നിൽക്കാത്തത് കൊണ്ടാണ് എനിക്ക് മെഹബൂബിന്റെ കിതാബ് എടുക്കേണ്ടി വന്നത്. മനസ്സിലായോ? ക്രിസ്ത്യാനിറ്റിയുടെ പക്ഷം ഞാൻ പറഞ്ഞോളാം. ഞാൻ എത്ര നേരമായിട്ട് പറയുന്നു. മെഹബൂബ് ഇതൊന്ന് പറഞ്ഞെന്നേ. മെഹബൂബ് ഇതുവരെ അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന ആയത്തോ, അള്ളാഹു നിങ്ങൾ എൻ്റെ മക്കളാണ് എന്ന് പറയുന്ന ആയത്തോ, മുഹമ്മദ് അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ച ആയത്തോ, അല്ലെങ്കിൽ സന്ദർഭമോ ഹദീസോ ഏത് പൊട്ടം കണാപ്പിനെ എഴുതി വെച്ചാണെങ്കിൽ പോലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ പലതും തള്ളുന്നവരാണ്. അവരൊക്കെ മണ്ടന്മാരാണ്. സഹീഹ് പോലും ഇടയ്ക്ക് കയറില്ല മെഹബൂബ് ഇടയ്ക്ക് കയറരുത്. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറരുത്. അപ്പം ഈ പറയുന്ന അണ്ണന്മാരെ ആര് വേണേലും ആയിക്കോട്ടെ, സഹീഹായിട്ടുള്ളതാണ്, ദായിഫായിട്ടുള്ളതാണെങ്കിലും ഏത് വേണേലും ആയിക്കോട്ടെ, അതോ ഇനി ഏതെങ്കിലും ചവറ്റുകൊട്ടയെ ഇരുന്നിട്ടേക്കുന്ന കിതാബാണെങ്കിലും കുഴപ്പമില്ല, മെഹബൂബ് അതിൽ നിന്നൊരു റെഫറൻസ് കൊണ്ടുവന്നു. കാര്യം ഞാൻ നിങ്ങളുടെ കിതാബിൽ നിന്ന് റെഫറൻസ് കൊണ്ടുവന്നു. മുഅ്മിനീങ്ങളെ അള്ളാഹു വിളിക്കുന്നത് എൻ്റെ അടിമകളെ എന്നാണ്. എന്നിൽ വിശ്വസിക്കുന്ന അടിമകളെ, നിങ്ങളുടെ അള്ളാഹുവിനെ റബ്ബിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞ ഭാഗം ഞാനിവിടെ കൊണ്ടുവന്നു. ഇനി അല്ല, അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുമെന്ന് ഖുറാനിൽ നിന്ന് സ്ഥാപിക്കേണ്ടത് മെഹബൂബാണ്. ഇസ്ലാം പക്ഷമാണ് മെഹബൂബെ പറയേണ്ട. അല്ല ക്രൈസ്തവരെന്ത് വിളിക്കുന്നു, യേശുവിനെ എന്ത് വിളിച്ചു എന്നുള്ളതല്ല. അത് പറയാൻ ഞാനിവിടെ ഉണ്ട്. ഇവിടെ താങ്കൾ ഇവിടെ പറഞ്ഞ ആയത്തില് പറയുക, വിശ്വസിച്ചവരായ എൻ്റെ ഇതിൽ അങ്ങനെ കൊടുത്തത്, വിശ്വസിച്ചവരായ എൻ്റെ ദാസന്മാരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. ഈ ഐഹിക ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചവർക്കാണ് സൽഫലമുള്ളത്. അള്ളാഹുവിൻ്റെ ഭൂമിയാകട്ടെ വിശാലമാകുന്നു,
ക്ഷമാശീലർക്ക് തന്നെയാകുന്നു തങ്ങളുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നിറവേറ്റി കൊടുക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പറഞ്ഞത്. ഇതേ വചനം തന്നെയാണ് തന്റെ അത് തന്നെയല്ലേ അങ്ങോട്ട് ചോദിക്കുന്നത്. മെഹബൂബേ 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 മെഹബൂബ് പറയേണ്ടത് ഇതല്ല. മെഹബൂബ് അത് എന്റെ വാദം. മെഹബൂബ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ വാദമാണ്. മെഹബൂബ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ വാദമാണ്. മെഹബൂബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വാദമാണ്. ഞാൻ ഇസ്ലാമിക സൈഡിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കേണ്ടി വരുന്നത്. മെഹബൂബ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വാദമാണ്. അതെ, ഇസ്ലാമികരെല്ലാം അടിമകളാണ് എന്നുള്ള വാദമാണ് മെഹബൂബ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മെഹബൂബാണ് പറഞ്ഞത് മെഹബൂബ് ഇടയ്ക്ക് കയറില്ലേ. മെഹബൂബാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഖുറാനിൽ നിന്ന് തെളിയിക്കേണ്ടത് എന്ത്? അടിമകളാണെന്നുള്ളതല്ല മെഹബൂബേ, മക്കളാണ്. അള്ളാഹുവിനെ പിതാവ് എന്ന് വിളിക്കാം എന്നുള്ളതാണ് മെഹബൂബ് തെളിയിക്കേണ്ടേ. ബൈബിളിൽ എന്ത് പറയുന്നു എന്നല്ല, ഖുറാനിൽ. കാരണം മെഹബൂബ് വെച്ച സ്റ്റേറ്റ്മെൻറ്റിലാണ് ചോദ്യം നിൽക്കുന്നത്, ഞാൻ വെച്ച സ്റ്റേറ്റ്മെൻറ്റിൽ അല്ല ചോദ്യം നിൽക്കുന്നത്. മെഹബൂബ് മുന്നോട്ട് വെച്ച സ്റ്റേറ്റ്മെൻറ്റിലാണ് ചോദ്യം നിൽക്കുന്നത്. ഖുറാനിൽ എവിടെയാണ് അള്ളാഹുവിനെ പിതാവ് എന്ന് വിളിക്കാൻ അനുവാദം നൽകുന്നത്? മെഹബൂബ് പറഞ്ഞു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഖുറാനിൽ നിന്ന് കാണിക്കൂ. ഖുറാനിൽ അടിമകളെ എന്ന് വിളിച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, കാരണം മെഹബൂബ് എന്ന് പറഞ്ഞ ദാസൻ എന്ന് പറഞ്ഞ അടിമയാണ്. അപ്പോൾ ദാസന്മാർ എന്ന് പറയുമ്പോൾ അടിമകൾ മെഹബൂബിൻ്റെ വാദമാണ്. ഓക്കെ, അപ്പോൾ ഈ അടിമകളെ എന്ന് വിളിച്ചേക്കുന്ന ഭാഗം ഞാൻ കാണിച്ചു തന്നു. ഇനി മെഹബൂബാണ് കാണിച്ചു തരേണ്ടത് മുഹമ്മദിനെ അള്ളാഹുവിനെ പിതാവേ എന്ന് മുഹമ്മദ് വിളിച്ച ഭാഗമുണ്ടെങ്കിൽ ഹദീസോ തഫ്സീറോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും, അല്ല അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുമെന്നുള്ള ഖുറാനിലെ ഏതെങ്കിലും ഒരു ആയത്തും. ഇത് രണ്ടുമാണ് മെഹബൂബ് കൊണ്ടുവരണ്ടേ. അത് കഴിഞ്ഞിട്ടല്ലേ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് എടുക്കുന്നത്. ഇനി ഞാൻ പറയുമ്പോ ഇനി ഇടപെടുവോ വൈദ്യ സാറേ? ഇങ്ങനെ ആകുമ്പോ എങ്ങനെയാ? ബൈബിളിലേക്ക് കയറിയാൽ ഞാൻ ഇടപെടും. നിങ്ങൾക്ക് ഖുറാനിൽ പൊട്ടത്തരം പറഞ്ഞാലും ഞങ്ങൾക്ക് അലർജിയാണ്. പൊട്ടത്തരം പറഞ്ഞാലും ഇടപെടും. പൊട്ടത്തരം പറയല്ലേ. മെഹബൂബിന്റെ സ്ഥിരം പൊട്ടത്തരമാണ്. പൊട്ടത്തരം കേട്ടിട്ട് മനുഷ്യർക്ക് തന്നെ അലമ്പായി ഇരിക്കുകയാണ് ഇപ്പം. ജിഹാദ് നടത്തുന്നതും പൊട്ടത്തരം പറയും. ബൈബിൾ ചോദ്യം വന്നില്ല. ബൈബിൾ ചോദ്യം വരുമ്പോ ഞാൻ ബൈബിൾ എടുത്തില്ലെങ്കിലല്ലേ മെഹബൂബിന് ബൈബിൾ എടുക്കേണ്ട കാര്യം വരുന്നത്? മറുപടി എങ്ങനെ? ഖുറാനിലെ ആദ്യം പറ. ഖുറാനിലെ പറഞ്ഞിട്ടല്ലേ ബൈബിളിലെ പറയണ്ടേ? മെഹബൂബ് അല്ല, ഈ ആയത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാദമല്ലേ മെഹബൂബെ സ്ഥാപിക്കുന്നത്? നിങ്ങളെല്ലാം അടിമകളായിട്ടാണ് വിളിച്ചേക്കുന്നതല്ലേ? പക്ഷെ ബൈബിളിൽ നിന്ന് ഞാൻ വേറൊരു 100 വാക്യം തരാം. ഞങ്ങളെ പുത്രന്മാരാണ് മക്കളെന്ന് വിളിച്ചേക്കുന്നത്. മെഹബൂബ് ഇത് കാണിക്കാതെയും അത് ഞാൻ പറഞ്ഞോളാം. മെഹബൂബിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മുഹമ്മദ് അള്ളാഹുവിനെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്ന് മെഹബൂബ് ഇപ്പൊ എഴുതിയിട്ട് ഓർണം പ്രിന്റ് എടുത്താലും മതി. അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ? നമ്പർ 1. 2, അള്ളാഹുവിനെ പിതാവ് എന്ന് വിളിക്കാൻ എവിടെയെങ്കിലും ഈ ഉത്തരം പറഞ്ഞിട്ടില്ല. ഉണ്ടെന്നാണ് മെഹബൂബ് പറഞ്ഞത്. ഇതുവരെ ഒരു തെളിവും തന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇസ്ലാമിലെ തെളിവ് എടുക്കേണ്ടി വന്നത്. ദാണ്ട് കിടന്നു ഇത്രയും നേരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതേ തല തിരിച്ചു. അപ്പൊ അപ്പൊ എന്റെ ചോദ്യം എനിക്ക് ഇത് ഇനി ഇതുകൊണ്ടാ പറയുന്നത്. സ്ട്രെയിറ്റ് ആൻസർ പറയണം. എൻ്റെ ചോദ്യത്തിന് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. മുഹമ്മദ് എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ടോ മെഹബൂബെ? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല? വിളിച്ചില്ല. നിക്കട്ടെ, ഞാൻ പടച്ചോനെ വിളിച്ചോന്ന് എന്റെ ചോദ്യമല്ല. വാപ്പാന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അയലൊക്കത്ത് അവിടെ അവറാച്ചന്റെ വാപ്പാന്റെ പേര് കോശി, പുള്ളിന്റെ വാപ്പാന്റെ പേര് അബ്രഹാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മെഹബൂബെ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ചോദ്യം, ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദമുണ്ടോ? ഖുറാനിൽ അതെന്റെ ചോദ്യമല്ല, അതെന്റെ വിഷയമല്ലല്ലോ, എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ഖുറാനിൽ എവിടെയെങ്കിലും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. ഇല്ല. തീരുമാനമായോ? ഖുറാൻ അറബി ഭാഷയല്ലേ, പിതാവ് എങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഞങ്ങള് പടച്ചോനെ അല്ല, അബു എന്ന് വിളിക്കാൻ പറ്റുമോ? എങ്ങനെ അബു എന്ന് വിളിക്കാൻ പറ്റുമോ? അബു എന്ന് വിളിച്ചിട്ടുണ്ടോ? സ്വന്തം വാപ്പനല്ലേ വിളിക്കുന്നത് നിങ്ങൾ? അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ വാപ്പാന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സ്വന്തം വാപ്പല്ലല്ലോ നിങ്ങൾ സ്വന്തം വാപ്പായിട്ട് നിങ്ങൾ അതെ. അപ്പൊ 2 പിതാവ് ഒരാൾക്ക്. ഞങ്ങളുടെ പിതാവ് അതാണ്. ഞങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് നൽകിയിരിക്കുന്ന താൽക്കാലിക പിതാവാണിത്. മനസ്സിലായോ? എന്ത് 2 പിതാവോ? നിങ്ങൾ സ്വന്തം പിതാവ് പറ്റി വേറെ? അപ്പൊ ഒരാൾക്ക് 2 തന്തേ?
ഒരാൾക്ക് രണ്ട് തന്തയല്ല, ഞങ്ങൾക്ക് ഒരൊറ്റ അല്ല തന്തയേ ഉള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളാണ് ഈ പല തന്തയ്ക്ക് പിറന്ന മെഹബൂബെ പരിപാടി അത് കാണിക്കുന്നത്. മുഹമ്മദിനായിരുന്നു, അത് മുഹമ്മദിനായിരുന്നു. മുഹമ്മദിനായിരുന്നു. മെഹബൂബ് അബ്ദുള്ളാന്റെ നിങ്ങൾ അബ്ദുള്ളാന്റെ മോനെ എന്ന് വിളിക്കുമ്പോ വിളി കേട്ടില്ല. പക്ഷേ അപ്പുറത്ത് നിന്നിട്ട് മുത്തലീബ് അബ്ദുൾ മുത്തലിബിന്റെ മോനെ എന്ന് വിളിക്കുമ്പോ എന്തോ അബ്ദുൽ മുത്തലിബിന്റെ എന്ന് മോനെ വിളി എന്ന് കേൾക്കുന്നേ. പറഞ്ഞപ്പോ മുഹമ്മദ് വിളി കേട്ടു. നിങ്ങൾ അത് ക്രിയേറ്റർ എന്നുള്ള അർത്ഥത്തിലല്ല, അതിപ്പോ എന്താ കസ്റ്റോഡിയൻ എന്നുള്ള അർത്ഥത്തിലല്ല നിങ്ങൾ സംഭവിച്ചെന്നറിയാമോ? പിതാവിനെ പിതാവെന്ന് വിളിക്കുന്നത്. മുഹമ്മദിന്റെ ഓർമ്മകളെല്ലാം മെഹബൂബിന്റെ മനസ്സിലിരുന്നത്, അതുകൊണ്ടാണ് രണ്ട് തന്ത എന്ന് പറഞ്ഞത്. മുഹമ്മദിന് രണ്ട് തന്ത ഉണ്ടായിരിക്കും, അതുകൊണ്ട് മെഹബൂബ അങ്ങ് അല്ല, ഈ ഒരു ഭാഗത്ത് അങ്ങ് യേശു ആദ്യം അറിയാതെ ദാസനാ പറയാ, പക്ഷെ അതേ മെഹബൂബിന്റെ ദാസൻ വായിന്ന് പിതാവ് അങ്ങ് എന്ന് വീണു വിളിക്കുമ്പോ പോയതാ. അതെങ്ങനെ മുഹമ്മദിന്റെ കാര്യം ഓർത്തപ്പം പിതാവാകല്? മെഹബൂബിന്റെ വായിന്ന് അല്ല തന്നെത്താനങ്ങ് വീണു ഇനി പോയതാ. ഇനി ഇനി അതങ്ങ് ഇനി ക്ഷമിച്ചേക്ക്. അല്ല, ഓക്കെ, മെഹബൂബ് ശരി. ഇത്രയും മെഹബൂബ് ഒന്ന് നാണക്കേടാണോ മ്യൂട്ട് ചെയ്തു. മെഹബൂബെ മുഹമ്മദിന്റെ കാര്യം പറയുമ്പോ? ഇനി ബൈബിളിന്റെ അല്ല പെർസ്പെക്റ്റീവ് സലീമായി, ഇല്ല. ഇവിടെ ഇനിയിപ്പോ ദാസൻ എന്ന് മെഹബൂബ് കിടന്ന് വിളിക്കുന്ന കരഞ്ഞോണ്ടിരിക്കും. ആള് ആ, പിതാവാണെന്ന് ദാസൻ എന്ന് വിളിക്കുന്നത് പറഞ്ഞതിന്റെ കാര്യം ഞാൻ അങ്ങനെ പറയാം. പറ്റൂലേ? ദാസൻ എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇനി ഞാൻ പറയാം. ഇനി മെഹബൂബ് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബൈബിളിന്റെ പെർസ്പെക്റ്റീവ് ഞാൻ അങ്ങ് എടുക്കാം. മെഹബൂബ് കൊണ്ടുവന്ന വേഴ്സ് പറഞ്ഞേ. അപ്പോസ്തല പ്രവർത്തികളില് 3:13 അബ്രഹാമിന്റെയും വായിച്ചോ, വചനം ഇസാക്കിന്റെയും വായിച്ചോ. യാക്കോബിന്റെയും അബ്ദുള്ള ദൈവമായ വചനം നമ്മുടെ വായിച്ചോ. പിതാക്കന്മാരുടെ അബ്ദുള്ള ദൈവം വചനം വായിക്ക്. തന്റെ ദാസനായ അടിമയായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്നുള്ള വചനമാണ് അവിടെ വരുന്നത്. മെഹബൂബെ കഴിഞ്ഞോ? ഊടായ്പൊന്നും വേണ്ട, അല്ല അവിടെ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ മതി. അല്ല, ദാസൻ അത് എന്നാ വൃത്തികെട്ട കംപ്ലീറ്റ് ആവട്ടെ. ഖുറാന്റെ ദാസൻ. വാക്കുകൾ ഉപയോഗിക്കല്ലേ. അല്ല, നിൽക്കട്ടെ നസ്രിൻ ബ്രോ, നിൽക്കേ. ആ, ശരി, ഒന്നുകൂടെ വായിച്ചോ. 3:13 വരെ സാറേ. ഒന്ന് വായിക്ക് സുഹൃത്തേ. ഞാൻ വായിച്ചല്ലോ. ഹാ, ഒന്ന് എടുക്കുന്നേ. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി ആ, ഈ അവനെ നിങ്ങൾ ദാസ ഈ ഏൽപ്പിച്ചു ആ ആ കൊടുക്കുകയും ആ അവനെ മതി 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 വിട്ടയപ്പാൻ മതി വിധിച്ച മതി, കഴിഞ്ഞു. ആ, മ്യൂട്ട് ചെയ്, ഇനി മ്യൂട്ട് മതി. ചെയ്തു. മഹത്വപ്പെടുത്തി അവിടെ ഇരി മഹത്വപ്പെടുത്തി അവിടെ ഇരിക്കും മെഹബൂബെ, ആ, ഇനി ചാടല്ലേ. ബൈബിൾ പേഴ്സ്പെക്റ്റീവ് ഞാൻ പറയാം. ഇസ്ലാമിക പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മെഹബൂബിന് പറയാനില്ലാത്തത് കൊണ്ടാണ്, മെഹബൂബ് കിടന്ന് ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞതുകൊണ്ടാണ് ഇസ്ലാമിക പേഴ്സ്പെക്റ്റീവ് എന്നുള്ള കാര്യം എനിക്ക് പറയേണ്ടി വന്ന കാര്യം. ഞാൻ മെഹബൂബിനോടാണ് ഇസ്ലാമിക പേഴ്സ്പെക്റ്റീവ് ചോദിച്ചത്. ഓക്കെ, അവിടെ ഇസ്ലാമിക ചോദ്യത്തിൽ നിന്നൊക്കെ ഒരുപാട് മെഹബൂബ് ഉരുണ്ട് മറിഞ്ഞ് അങ്ങ് താഴെ പോയി. എന്നാൽ ഈ താഴെ പോയ വഴിയിൽ നിന്ന് തല്ലി മുകളിൽ കൊണ്ടുവരുന്ന ഒരു ശീലം നമുക്കുള്ളതുകൊണ്ടും അപ്പോളജിസ്റ്റുകളായി പോയതുകൊണ്ടും ദൈവകൃപയാൽ അതിൽ നിലനിൽക്കുന്നതുകൊണ്ടും മെഹബൂബ് ഓടിയ വഴി അങ്ങ് തല്ലുകയാണ്. അപ്പോൾ അതുകൊണ്ട് മെഹബൂബിന് ഖുറാനിൽ മെഹബൂബ് തന്നെ പറഞ്ഞു, അള്ളാഹുവിനെ ആരും പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. രണ്ട്, ഈ പറഞ്ഞ മുഹമ്മദും അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. മറിച്ച് മെഹബൂബ് പറയുന്നത് നിങ്ങൾ ബൈബിളിലെ ആ വാദമുള്ളൂ. പക്ഷേ മെഹബൂബിൻ്റെ അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിച്ച് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇവിടെ ഞാനിപ്പോൾ ആയത്തെടുത്ത് കാണിച്ചു തന്നിരുന്നു. ഏതാണ്? സൂറ 39 10 ആയത്തിൽ എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ അടിമകളെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടൂ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനെടുത്ത് വന്നു. ഈ ഭയപ്പെടുക എന്ന് പറഞ്ഞേക്കുന്ന കാര്യം എടുത്ത് മെഹബൂബ് വായിച്ചെടുത്ത് നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഏതാണ്? മറ്റേ കുഞ്ഞു പിള്ളേരുടെ അടുത്ത് പുറത്തോട്ടിറങ്ങുന്നുണ്ട് പാക്കാന്നുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ മെഹബൂബ് പറയാണ് നിങ്ങളുടെ അള്ളാഹു അവിടെ ഉണ്ട്, നിങ്ങൾ അതുകൊണ്ട് സൂക്ഷിച്ചോളുക. അപ്പോൾ ഇസ്ലാമിൽ അടിമകളെ എന്ന് വിളിച്ചിരിക്കുമ്പോൾ മെഹബൂബ് കൊണ്ടുവന്ന വാദം ഫഹദിൻ്റെ വാദമാണ്, ഫഹദ് യൂണിവേഴ്സിറ്റിയിലെ വാദമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് മാനവകുലത്തെ മുഴുവൻ അടിമകളെ എന്ന് വിളിച്ചേക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ബൈബിളിലെ വാക്യം ഒന്നിനൊന്നോട് കോർത്തിണക്കിയതാണ് എന്നും അതുപോലെ കോൺട്രഡിക്ഷൻ അല്ല എന്നും, ഖുറാനെ പോലെ ഒന്ന് പറയും 2 മിനിറ്റ് കഴിയുമ്പോൾ മാറ്റി പറയുകയും ചെയ്യുന്ന പരിപാടി അല്ല എന്നുള്ളതും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ബൈബിൾ മുഴുവനായിട്ട് വായിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ തന്നെത്താൻ ദാസരൂപമെടുത്തു. ആ വാക്യം ഞാൻ വായിച്ചു തരാം. ഞാൻ ബൈബിൾ പെർസ്പെക്റ്റീവ് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വരണേ. 5 തൊട്ട് വായിച്ചോ, ഞാൻ വായിക്കാം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മെഹബൂബെ ചെവിക്കകത്ത് അള്ളാഹുവിന്റെ സാധനം ഒന്നും കയറ്റി വെക്കാതെ ചെവി തുറന്ന് കേട്ടോണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, ആരുടെ രൂപത്തിൽ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. എന്തെടുത്തു?
ദാസരൂപം എടുത്തു. അവൻ ദാസനല്ല, അവൻ ദാസന്റെ രൂപം എടുത്തു. അവൻ ദൈവമായിരുന്നെന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5 തൊട്ട് താഴോട്ടുള്ള ഭാഗത്തിൽ പറയുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, ഈക്വാലിറ്റി, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി. അവൻ എന്ത് ചെയ്തു? ദാസരൂപം എടുത്തപ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആർക്ക്? പിതാവിന് അനുസരണമുള്ളവനായി കർത്താവ് തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും, ഏതാ? മുഹമ്മദ് എന്ന കള്ളപ്രവാചകന്റെ നാമത്തിലും മുകളിൽ, അള്ളാഹു എന്ന പിശാചിന്റെ നാമത്തിലും മുകളിൽ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ, ആരുടെ നാമത്തിങ്കൽ? യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും, മനസ്സിലായോ? ഈ പിശാജ്, അള്ളാഹു എന്ന പിശാജിന്റെ ആ തലയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുൻപിൽ താഴുമെന്നാണ് പറയുന്നത്. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. മുഹമ്മദ് അപ്പം എവിടെ മുട്ടുമടക്കും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ. മെഹബൂബ് എവിടെ മുട്ടുമടക്കേണ്ടി വരും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ. നിങ്ങളുടെ MM അക്ബറാറിന്റെ മുൻപിൽ മടക്കേണ്ടി വരും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ. ജാക്കിർ നായക്കാരുടെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വരും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന്, മനസ്സിലായോ? യേശു ഈസ് ദ ലോർഡ്, റബ്ബ്. യശുവ അൽ റബ്ബ് എന്ന് വിളിക്കേണ്ടി വരുമെന്ന്. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. മനസ്സിലായോ മെഹബൂബെ? ബൈബിള് അങ്ങോട്ടും ഇങ്ങോട്ടും വചനങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നതാണ്. ഇങ്ങനെയാണ് ബൈബിൾ വായിക്കുന്നത്. അടുത്തത് ഈ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കാര്യം വളരെ വ്യക്തമാക്കി. ഇടയ്ക്ക് കയറില്ല, ഞാൻ ബൈബിൾ പെർസ്പെക്റ്റീവ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ബൈബിൾ വായിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ഇങ്ങനെയാണ് മെഹബൂബിൽ നിന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മിണ്ടാതെ നിന്ന് കേട്ടോണ്ടിരിക്കും. ഇനി അടുത്തത്, ഓക്കെ, ഇവിടെ തൻ്റെ ദാസനായ യേശുവിനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങും പൊതുജനത്തെ അല്ലെങ്കിൽ മറ്റു കാര്യം എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തു സ്വയം ആ ദാസരൂപം എടുത്തതാണ്. ഓക്കെ, അല്ലാതെ ക്രിസ്ത്യാനികളെ എല്ലാവരും എൻ്റെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നില്ല. ദാസനായിട്ടാണ് എടുത്തേക്കുന്നത്, അല്ലാതെ സ്ലേവ്സ് ആയിട്ടല്ല. അത് സെർവൻ്റാണ്. ഇടയ്ക്ക് കയറല്ലേ മെഹബൂബേ? തനിക്ക് വേണ്ടി സേവ ചെയ്യുന്നവരായ ദാസന്മാർ, സെർവൻറ്റുകൾ എന്നാണ്. അല്ലാതെ മെഹബൂബ് പറഞ്ഞ അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാം പറയുന്ന സ്ലേവ്സ് എന്നുള്ള അർത്ഥത്തിൽ, അടിമകൾ എന്നുള്ള അർത്ഥത്തിലല്ല. ഓക്കെ, അവിടെയും സെർവൻ്റ് എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്, സ്ലേവ് എന്നല്ല. 2 ദാസൻ എന്നാണ് കൊടുത്തേക്കുന്നത്, അടിമ എന്നല്ല. രണ്ടാമതായി റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആവർത്തിക്കുന്നു, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. തീർന്നില്ല. ഇനി യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 1-ാം വാക്യം, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. 2-ാം വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ആവർത്തിക്കുന്നു, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു.
നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അപ്പോൾ ഇവിടെയെല്ലാം വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, തൻ്റെ മക്കൾ മക്കൾ മക്കൾ, അതുപോലെ തന്നെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, അടിമത്വത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ അടിവരയിട്ട് പറയുന്നു, ദൈവം നമ്മുടെ പിതാവാണ്, അവൻ പിതാവായ ദൈവമാണ്. ആ പിതാവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ഒരു പിതാവ് മക്കളെ സ്നേഹിക്കുന്നത് പോലെ. കാരണം ഇസ്രായേൽ ജനത്തിന് ദൈവത്തെ അവരുടെ രാജാവായിട്ടേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ദൈവം അവരുടെ മുന്നിൽ പ്രസൻ്റായി നിന്നത്, അവരെ ഒരു രാജ്യമായി വിശേഷജാതിയായ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവം അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി നിന്നത് അവർക്ക് ഒരു രാജാവായി, അല്ലെങ്കിൽ അവരുടെ മുൻപാകെ നിൽക്കുന്ന ഒരു ജേതാവായിട്ടാണ് അവർ കണ്ടതെങ്കിലും ദൈവം പല പ്രവാചകന്മാരിലൂടെ അവരോട് സംസാരിക്കുന്നുണ്ട്. ഒരപ്പനെ പോലെ ഞാൻ നിങ്ങളെ തോളിലേറ്റി നടത്തിയില്ലയോ, ഒരമ്മയെ പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചില്ലയോ എന്നൊക്കെ ചോദിക്കുന്നത് അവർക്ക് മനസ്സിലാകാഞ്ഞതുകൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ വളരെ വ്യക്തമായി അപ്പോസ്തലൻ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ദൈവത്തെ, അതായത് ദൈവത്തിൻ്റെ തേജസ്സിനെ തൻ്റെ പുത്രന് നൽകുന്ന ഒരു തേജസ്സായിട്ട് ആരിൽ കണ്ടു? യേശുവിൽ കണ്ടു എന്ന് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അതായത് മക്കളുടെ ഒരു മകൻ്റെ മേൽ എങ്ങനെയാണോ ദൈവത്തിൻ്റെ തേജസ്സുള്ളത്, അല്ലെങ്കിൽ പിതാവിൻ്റെ തേജസ്സുള്ളത്, ആ തേജസ്സായിട്ട് കണ്ടു. അതുകൊണ്ട് ദൈവം ആരാണ് എന്ന് ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിയും. പിതാവാണ്, പിതാവിനെ പോലെ സ്നേഹിക്കുന്നവനാണ്, നാം അവൻ്റെ മക്കളാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് എന്ത് പഠിപ്പിക്കുന്നു? വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇനി പറഞ്ഞതാ മെഹബൂബ് ഇതുപോലെ അക്കമിട്ട് തെളിവുകൾ നിരത്തി പറഞ്ഞൊരു മെഹബൂബ് കൊണ്ടുവന്ന ദാസന്മാരെ എന്നാണ്, അല്ലെങ്കിൽ അടിമകളെ എന്നാണ്, ദാസന്മാരല്ല അടിമകളെ എന്നാണ് ക്രിസ്ത്യാനികളെ വിളിച്ചേക്കുന്നതെന്നുള്ള വാദം ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇനിയും മെഹബൂബ് കൊണ്ടുവരൂ, ഇസ്ലാമിൽ എവിടെയാണ് മക്കളെ എന്ന് വിളിച്ചിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ പറഞ്ഞൊക്കെ തെറ്റാണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ പിന്നെ യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായം ചാടല്ലേ മെഹബൂബെ, അടുത്ത വചനത്തിലേക്ക് മെഹബൂബ് ചാടല്ലേ. മെഹബൂബ് ആദ്യം ഖുറാനിൽ നിന്ന് തെളിയിക്കൂ. താങ്കൾ പറയുന്ന അള്ളാഹു, മെഹബൂബെ ചാടാൻ അനുവദിക്കത്തില്ല. താങ്കൾ പറയുന്ന ഈ അള്ളാഹു എന്ന ലാത്തയും മനാത്തയും മുസയുടെയും 3 പെൺമക്കളുടെ, അതുപോലെ തന്നെ ഈസ എന്ന് പറയുന്ന ഒരു ചെറുക്കന്റെ അപ്പനായിരിക്കുന്ന അള്ളാഹു നിങ്ങളുടെ പിതാവാണ് എന്നുള്ളതിന്റെ ഖുറാന്റെ ആയത്ത് തരും. മെഹബൂബായ് തെളിവ് ഖുറാന്റെ ആയത്തിൽ നിന്ന് ലാത്തയും മനാത്തയും മുസയുടെയും 3 പെൺമക്കളുടെയും അതുപോലെ തന്നെ ഈസ എന്ന് പറയുന്ന ഈ പയ്യന്റെ അപ്പൻ അള്ളാഹു താങ്കളുടെ പിതാവാണെന്നുള്ള ഖുറാന്റെ ആയത്ത് തരൂ. അതായത് ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഇസ്ലാമിൻ്റെ ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു കണിക പോലും മിണ്ടാതെ പ്യുവർലി ബൈബിളിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ബൈബിളിൽ നിന്ന് അക്കമിട്ട് നിരത്തിയാണ് സംസാരിച്ചത്. മെഹബൂബും അങ്ങനെ തന്നെ സംസാരിച്ചുള്ളതിനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി. ഇസ്ലാമിൻ്റെ സൈഡിന് മെഹബൂബ് പറ. അതിന് ഓടിയല്ലോ, പോയോ? അടിപൊളി. ഇത്രയും വ്യക്തമായിട്ട് വായിച്ചു കേൾപ്പിച്ചിട്ടും വ്യക്തമായിട്ട് എബ്രായരുടെ ലേഖനത്തിനകത്തും വ്യക്തമായി വായിച്ചു കേൾപ്പിച്ചു. അപ്പോഴും പറയാ നിങ്ങൾ പറയുന്ന കള്ളമാണ്. എന്താന്ന് നോക്കണം, നിലനിൽക്കാൻ ഒക്കത്തില്ല. ഇനി പരിപാടിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ആരെങ്കിലും ഉണ്ടേ വരട്ടെ. മുഹമ്മദിന്റെ ഏതെങ്കിലും ഈ മെഹബൂബ് പറയുന്ന ഈ വിവരക്കേടുണ്ടല്ലോ, അത് ഒരു മുസൽമാൻ പോലും അംഗീകരിക്കാത്തതാണ് കേട്ടോ. ഒരു മുസ്ലിം പോലും, ഈ ക്ലബ് ഹൗസിലുള്ള മുസ്ലിങ്ങളൊക്കെ മെഹബൂബ് പറയുന്ന മഹാവിഡിത്തമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അള്ളാഹു ആരുടെ പിതാവ്? ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വ്യക്തമാക്കണം സഹോദരന്മാരെ. അതിൽ ബീച്ചാനൊക്കെ ഒത്തിരി നാൾക്ക് ശേഷം കാണുകയാണ്, പക്ഷേ ഇപ്പം തരാം. മെഹബൂബ് പറഞ്ഞതിൽ ആർക്കും ഒരു തെറ്റിദ്ധാരണ, ഈ പല വാക്കുകളിലാണല്ലോ പലർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു ബ്രദറെ എന്നുള്ള രീതിയിൽ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം.
മെഹബൂബ് ഇപ്പോൾ പറഞ്ഞു വെച്ചതിൽ ഒക്കെ പത്രോസിൻ്റെ വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ ആദ്യ പ്രസംഗത്തിൻ്റെ വാക്കുകളിൽ നിന്നും യേശു ക്രിസ്തുവിനെ അവിടെ രേഖപ്പെടുത്തുമ്പോൾ പിതാവിൻ്റെ ദാസനായി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകി. പക്ഷേ പിതാവ് തന്നെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ശേഷം വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ അവിടെ ഉണ്ടായ ശബ്ദം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവെന്ന രൂപത്തിൽ അല്ലെങ്കിൽ പ്രാവെന്ന പോലെ അവിടെ ഇറങ്ങി പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? അവിടെ ഉണ്ടായ ശബ്ദം എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ആവർത്തിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മനസ്സിലായോ? ഇനി യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതൊരു അധികാരമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായമാണോ 3-ാമത്തെ അധ്യായമാണോ എന്ന് മറന്നു, ഒരു മിനിറ്റ്. വിശ്വാസത്താൽ നിങ്ങൾ ക്രിസ്തുയേശുവിൽ അവൻ്റെ പുത്രന്മാരാകുന്നു എന്നൊരു വാക്യമുണ്ടല്ലോ. ആ 23-ാമത്തെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. പുത്രന്മാരെന്നല്ല, മക്കളെന്ന് തന്നെ കൊടുത്തേക്കുന്നത്. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇവിടെ എല്ലാം വളരെ വ്യക്തമായി ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു, നിങ്ങളെൻ്റെ മക്കളാണ്. മനസ്സിലായോ? ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 9-ാം വാക്യം. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം. എങ്ങനെ? തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അവിടെയും പുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രൻ എന്നും. നമ്മെ എല്ലാവരെയും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം. വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ തൻ്റെ ജനത്തെ മക്കൾ എന്ന് വിളിച്ചിരിക്കുന്നു, പുത്രന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു, പുത്രിമാർ എന്ന് വിളിച്ചിരിക്കുന്നു. പക്ഷേ ഇത് ഖുറാനിൽ എവിടെ? അപ്പോൾ ഇത് ഖുറാനിൽ ഇല്ലാത്ത ഒരു കാര്യം. ഇത് ക്രൈസ്തവ പേഴ്സ്പെക്റ്റീവാണ്, അതല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇതേ സാധനം ഇസ്ലാമിലേക്ക് പോയപ്പോൾ മെഹബൂബ് ചാടി ബൈബിളിലേക്ക് വന്നത് എവിടെ നിന്നാണ്? മെഹബൂബ് ദൈവത്തെ ആ പിതാവായ ദൈവം ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ചോദിച്ചത്, പിതാവായ ദൈവം നിങ്ങളോട് എങ്ങനെ കൽപ്പിക്കും? കാര്യം അവർക്കുള്ളത് പിതാവായ ദൈവമല്ല. ഇസ്ലാമിലുള്ളത് ഒരു യജമാനനായ ദൈവമാണ്. ആർക്ക്? അടിമകളായ മുഅ്മിനീങ്ങൾക്ക് ഉള്ളത് ഒരു യജമാനനായ ദൈവമാണ്. അത് എങ്ങനത്തെ ഒരു യജമാനൻ? ക്രൂരനായ ഒരു യജമാനൻ, ഒരു സാഡിസ്റ്റായിട്ടുള്ള ഒരു യജമാനൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 39-ാമത്തെ സൂറ അതിൻ്റെ 10-ാമത്തെ ആയത്തിൽ ഞാൻ ബൈബിൾ പെർസ്പെക്റ്റീവ് സംസാരിച്ചപ്പോൾ ഇസ്ലാം വിഷയം തൊട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇസ്ലാമിക സൈഡിലേക്ക് പോയത്? മെഹബൂബ് അത് എടുത്തിട്ടേ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നത്. പിതാവേന്ന് വിളിച്ചിട്ടുണ്ടോ? അതിന് തെളിവില്ല. മുഹമ്മദ് എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടോ? തെളിവില്ല. എങ്ങനെയും വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനും തെളിവില്ല. എന്നാൽ പിന്നെ ദേ പിടിച്ചോ, 39-ാമത്തെ സൂറ 10-ാമത്തെ ആയത്തിൽ പറയുക, എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ അടിമകളെ, നിങ്ങളുടെ അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുവിൻ.
അപ്പം നിങ്ങളുടെ കിതാബിൽ എവിടെ നോക്കിയാലും നിങ്ങൾ അടിമകളാണ് 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 എന്നാണ് കാണുന്നത്. സത്യവിശ്വാസികളായിട്ടുള്ള ഏവരും എൻ്റെ അടിമകളാകുന്നു എന്നാണ് ഖുറാനിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞേക്കുന്നത്. തെളിവ് ഞാനൊന്ന് ഓർത്തിട്ട് പറഞ്ഞുതരാം, പെട്ടെന്ന് ആയത്തോർത്തപ്പം പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഇസ്ലാമിൽ അടിമകളെ 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 എന്ന് വിളിച്ചേക്കുമ്പോൾ ഇവിടെ എവിടെയാണ് അള്ളാഹുവിനെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നത്? ബേസിക് ചോദ്യമാണ്. അതിന് പോലും മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന റൂമുകളിൽ കയറി വന്നിട്ട് ഇരുന്ന് മെഴുകാൻ വരരുത്, വിടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ വെറും സാങ്കല്പിക കഥാപാത്രമായിട്ടുള്ള ഒരു ലാഹുദേവൻ നിങ്ങൾക്ക് യജമാനനും അല്ലൊരു ക്രൂരനായ യജമാനനും നിങ്ങളെ കേവലം സാഡിസ്റ്റിനെ പോലെ എൻ്റെ അടിമകളെ എൻ്റെ അടിമകളെ എൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ ഭയപ്പെടൂ എന്ന് പറയുന്നതാണ് എന്നുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ ഒരു സ്നേഹത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്: ഇനി ഭയപ്പെടുവാൻ തക്കവണ്ണം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നൽകുന്നത്. ഒരപ്പനെ പോലെ അവൻ്റെ അടുക്കിലേക്ക് ഏതു സമയവും ഓടിയെടുക്കാം, ഏതാവശ്യവും അവനോട് നേരിട്ട് പറയാം. കാര്യം, കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്ത് പ്രത്യാശയോടെ, എന്ത് ഉറപ്പോടാണ് പറയുന്നത്! കാണുക. അടുത്ത വാക്യം, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, ആ പുത്രത്വത്തിൻ്റെ ആ ഒരു ആനന്ദത്തിലേക്ക് എൻ്റെ പ്രിയ അടിമക്കുഞ്ഞുങ്ങളെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആവർത്തിക്കുന്നു, ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക്, ആ പുത്രത്വത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഞങ്ങൾ ഹാർദവമായി എല്ലാ ഈമാനികളായ അടിമക്കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ജെർസൺ ബ്രദറൊക്കെ മൈക്ക് ബ്ലിങ്ക് ചെയ്തിരുന്നു, ഇവാഞ്ചലിസ്റ്റ് ബ്രദർ മൈക്ക് ബ്ലിങ്ക് ചെയ്തിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് സംസാരിക്കാം. വാര്യർ ബ്രദർ, അധ്യായം 19, മറിയം ഭാഗം 16, വാക്യം 35. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിനുണ്ടാകുന്നതല്ല. പിന്നെ എന്താ ഇത് നമ്മൾ കിടന്ന് അവരുടെ അടുത്ത് വെറുതെ വഴക്കൂടിയിട്ട് ഒരു കാര്യമില്ല. അവരുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു സത്യങ്ങളും അവർ തുറന്നു പറയില്ല. ഇവിടെ വ്യക്തമായി പറയുന്ന ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിനുണ്ടാകുന്ന കാര്യമല്ല. ഈ മുസ്ലിങ്ങൾ എത്ര കിടന്ന് കരഞ്ഞാലും അവരടിമകളാണ്, അടിമകൾ തന്നെയാണ്. അടിമത്തത്തിൽ നിന്നൊന്നും ഒരു മോചനം അവർക്ക് വേണമെന്ന് അവർക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഈ മുസ്ലിം സഹോദരങ്ങളോട് സുവിശേഷം പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഈ പാമ്പിന്റെ വായിക്കാതിരിക്കുന്ന തവളയോട് രക്ഷപ്പെടാൻ മാർഗമുണ്ടെന്ന് പറയുമ്പം പാമ്പിനെ കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചേ. പാമ്പിന്റെ വായിക്കാതിരിക്കുമ്പോ തവളയോട് നിനക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്, നിന്നെ വിഴുങ്ങാൻ പോവാ, നീ ചാവാൻ പോവാന്ന് പറയുമ്പോ, അയ്യോ നിങ്ങൾക്കറിയില്ല പാമ്പിന്റെ കളർ നോക്കിക്കേ, പാമ്പ് എത്ര പാവമാണ്, എത്ര നീളമുണ്ടെന്ന് നോക്കിക്കേ, എത്ര മനോഹരമാണെന്നൊക്കെ പറഞ്ഞ് ഇവര് ഈ പാമ്പിനെ വർണ്ണിക്കാൻ നടക്കുമ്പോ വായിച്ചെന്ന് പെടുക, അത് വിഴുങ്ങുക എന്നല്ലാതെ വേറൊരു മാർഗമില്ല. ഇവര് 1400 വർഷം കൊണ്ട് ഇവര് ഇത് വെളുപ്പിക്കാൻ നോക്കിയിട്ട് വെളുക്കുന്നില്ല വാര്യർ ബ്രദറെ. ഇവാഞ്ചലിസ്റ്റ് ബ്രദറെ ഞാൻ ഒരു ആയത്തും കൂടെ, എന്തായാലും ബ്രദർ ആയത്തെടുത്തതുകൊണ്ട് ഞാൻ ഒരായത്തും കൂടെ അതിനോട് കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ ബ്രദർ കൊണ്ടുവന്നത് സൂറത്തുൽ മിറിയമിലെ ആയത്തല്ലേ, സൂറ 6:101 വായിച്ചിട്ടുണ്ടോ? അവിടെ പറയുന്നത് ഇപ്പുറത്ത് ആരെയും പുത്രരാക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ 6:101 പറയുന്നു അള്ളാഹുവിനൊരു അപ്പനാകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. സർവപ്രപഞ്ചത്തിൻ്റെയും ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയവനാണ് അവൻ. അവൻ എങ്ങനെ ഒരു പുത്രനുണ്ടാകും? അവനൊരു കാമുകിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഒരു കരച്ചിലാണ്. അള്ളാഹുവിനൊരു കാമുകി ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിനൊരു മകൻ ഉണ്ടാക്കാൻ കഴിയാത്തതെന്ന്. അത് പിടികിട്ടിയോ? നമ്മള് ഈ മെഹബൂബിനെ ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഏകദേശം 1 വർഷമായിട്ട് മെഹബൂബ് നമ്മുടെ റൂമിൽ വന്നിട്ട് പിതാവായ ദൈവം, പ്രപഞ്ച ശിഷ്ടാവ് ഇങ്ങനെ മുതലായ വാക്കുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം പറയാം. നമ്മളൊരു ചോദ്യം ചോദിക്കും, അതിന് നേരിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വെച്ച്
ഉള്ള ഒരു ആൻസർ മെഹബൂബിന് ഇല്ലാത്ത സമയത്താണ് പിതാവ് എന്നുള്ളൊരു വാക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ വാര്യർ ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മുഹമ്മദ് ചെയ്യാത്ത ഒരു പാപം പറയാമോ എന്ന് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചു, പുള്ളിക്ക് ഉത്തരവില്ല. പുള്ളിക്ക് അറിയാം മുഹമ്മദ് ചെയ്യാത്ത ഒരു പാപവും ഇല്ലെന്ന് പുള്ളിക്ക് അറിയാം. അതിനെ അവിടുന്ന് വ്യതിചലിച്ച് ഡൈവേർട്ടായി പോകാൻ വേണ്ടി പുള്ളി പിതാവായ ദൈവം എന്നും പറഞ്ഞുകൊണ്ട് വന്നു. നമ്മൾ ഒരിക്കലും മെഹബൂബ്, പ്രത്യേകിച്ച് മെഹബൂബ് പിതാവായ ദൈവം എന്നും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോകരുത്. മെഹബൂബിന്റെ സ്ഥിരം അടവാണ് ഇത്. ഏകദേശം 1 വർഷമായിട്ട് അവൻ തുടങ്ങിയേക്കുന്ന അടവാണ്. നമ്മളെല്ലാം ഇപ്പൊ ഞാൻ ഉൾപ്പെടെ മുൻ പ്രീവിയസ് റൂംസിലൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പിതാവായ ദൈവം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമ്പം ഈ പിതാവിന്റെ പുറകെ അങ്ങ് പോവായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് അങ്ങനെ പോകരുത്. ഇത് ഇവന്റെ തരികടയാണ്. ഇവൻ കുറെ നാളായിട്ട് ഈ തരികട എടുത്തോണ്ട് വരുന്നു. മുഹമ്മദ് ചെയ്യാത്ത അല്ല പാപം അലൻ ബ്രദറെ, പറയാനൊന്നുമില്ല. ഞാൻ ഇന്ന് അതങ്ങ് എക്സ്പോസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ആ എൻ്റെ അത് ചോദ്യത്തിൽ നിന്ന് ആ ഞാൻ പറയില്ല, ഞാൻ കൺക്ലൂഡ് ആ ചെയ്തിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, ഇവന്റെ ഒരു സ്ഥിരം തരികടയാണിത്. ഇവന് ഉത്തരവില്ലാതെ വരുമ്പോ ഇവന്റെ സ്ഥിരം എടുക്കുന്നത് തരികടയാണ്. അത് മാത്രമല്ല ബ്രദറെ, ഇനി നാളെയും നമ്മുടെ ഏത് റൂമിൽ വന്നാലും ഇത് തന്നെയാണ് പറയാനും പോകുന്നത്. ഇപ്പൊ വാര്യർ ബ്രദർ പറഞ്ഞതിനെ പറ്റി അന്നേരം ഒരു കാര്യം ചെയ്താൽ മതി, വിധവും നമ്മൾ അതിന്റെ ഉണ്ടാവില്ല. പുറകെ പോകരുത്. നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ നോക്കിയാലും നമ്മൾ അതിന്റെ പുറകെ പോകരുത്. അന്ന് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വചനങ്ങളും കാര്യങ്ങളും എല്ലാം വിട്ടിട്ട് ഞാൻ മറ്റേ ആ ചോദ്യം ചോദിച്ചത്, ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തുന്ന കാര്യത്തെ പറ്റി ചോദിച്ചു. അതിനെ വിട്ടിട്ട് തന്നെ സംസാരിച്ചത്. പിന്നെ വാര്യർ ബ്രദറെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അള്ളാഹുവിന്റെ അടിമകളാണ് ഈ മുസ്ലിങ്ങൾ. പക്ഷെ മുഹമ്മദിന് ആരാണ് അള്ളാഹു? അതുകൂടെ പറഞ്ഞില്ല. അതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യണമായിരുന്നു. മുഹമ്മദിന്റെ അടിമയാണ് അള്ളാഹു. ആഹാ, അതിലും നല്ലൊരു പദപ്രയോഗം വേറെയാണ് എന്റെ മനസ്സിനകത്ത്. പറയൂ, കേക്കട്ടെ. വാര്യർ ബ്രദറെ, എന്നാ കേക്കട്ടെ, എന്നാ പറയരുത്, കേക്കട്ടെ. മാമ എല്ലാരും സൈലന്റ്. പറയാനുള്ളത് അന്നേരം തന്നെ പറഞ്ഞേക്കണം. ഈ അള്ളാഹു ഇറക്കാൻ പോയിരുന്ന ആയത്തില്ല മുഹമ്മദ് മനസ്സിൽ മറച്ചു വെച്ചതുപോലെ മറച്ചു വെക്കരുത്. പറയാനുള്ള അന്നേരം തന്നെ പറഞ്ഞോണം. മുഹമ്മദിന്റെ മാമയായ അള്ളാഹുവിന്റെ അടിമകൾ, അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞാല് നമ്മുടെ മഹബൂബിന്റെ തലത്തിലൊക്കെ ഒത്തിരിയെങ്കിലും ഉദിക്കുമെന്ന് തോന്നുന്നു. ഹലോ പ്ലീസ്. പറഞ്ഞ Praise ഞാൻ Lord, മ്യൂട്ട് ചെയ്തു. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ക്ലിയർ ആണ്. വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്, കുറച്ച് റേഞ്ച് ഉള്ളിടത്ത് എന്ന് പറയാമോ? റേഞ്ച് ഇല്ല സിസ്റ്റർ, റേഞ്ച് ഇല്ല, വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്. സാറന്മാരെ ഞാൻ കുറച്ചു നേരം ആയേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. ഇതിന്റെ ഈ ഇതിവൃത്തം ഒന്ന് ചുരുക്കമായിട്ടൊന്ന് പറയാമോ? അല്ല, മുഹമ്മദ് ചെയ്യാത്ത